സുഹൃത്തുക്കളെ, ഈ കഥ ഖാദികൻ്റെ വെറും സാങ്കല്പം മാത്രം. വായനക്കാർക്കും കേൾവിക്കാർക്കും ഒരു വിനോദത്തിന് വേണ്ടി മാത്രം സാങ്കല്പികമായി എഴുതിയ കഥ. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഫോളോ ചെയ്യാതിരിക്കുക. എഫ്രോക്ക് സ്റ്റോറി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ കഥ ആരംഭിക്കാം. അതൊരു കുറ്റൻ കോട്ടയാണ്, കരിങ്കൽ കോട്ട. വർഷങ്ങൾ പഴക്കമുള്ള കറുത്ത കോട്ട. ദോറോത്തി എന്ന ദുരൂഹമായ സ്ഥലത്തിൽ ദുരൂഹതകൾ നിറഞ്ഞ കോട്ട. സുന്ദരമായ ദോറോത്തിയിലെ ഇരുട്ടിലാക്കിക്കൊണ്ട് ആ കോട്ടക്കകത്ത് മന്ത്രവാദം നടത്തുകയാണ് മഹാമാന്ത്രികൻ ഡിക്രൂസ്. കോട്ടക്കകത്തെ മധ്യഭാഗത്തുള്ള ഒരു പീഠത്തിൽ ചുറ്റും തിരിവിളക്കിൻ്റെ വെട്ടം, കുങ്കുമഭസ്മം വിതറിയ മന്ത്രക്കളം, ചെമ്പട്ട് വിരിച്ച പീഠം, കബഡിപ്പലകയും മാന്ത്രിക കരുക്കളും. തല മൂടനം ചെയ്ത, മുഖം നിറത്താൽ വർണ്ണനം ചെയ്ത ഡിക്രൂസ് പീഠത്തിൽ മന്ത്രോച്ചാരണം ചൊല്ലിക്കൊണ്ട് സൂക്ഷ്മനായി ഇരിക്കുകയാണ്. മധ്യത്തിൽ ഹോമകുണ്ഡം. അയാൾക്ക് ചുറ്റും അടിമകളായ നരഭോജികൾ നിൽക്കുകയാണ്. ദുഷ്ടമൂർത്തിക്ക് നരബലി നടത്തി സാത്താന് പുനർശക്തി പ്രാപിക്കാനുള്ള മന്ത്രവാദമാണ് ഡിക്രൂസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഡോറോത്തി തൻ്റെ കാൽ കീഴിലാകും എന്ന വിശ്വാസമാണ് ഡിക്രൂസിനെ എല്ലാറ്റിനും പ്രേരണ. ആ സമയം കണ്ണുകൾ കെട്ടി കൈകാലുകൾ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ഒരു കൊച്ചു ബാലികയെ രണ്ട് നരഭോജികൾ ചേർന്ന് ബലിപീഠത്തിൽ കൊണ്ടുവന്നിരുത്തി. ഒന്നുമറിയാതെ ബന്ധനാവസ്ഥയിൽ ആ കൊച്ചു ബാലിക അവർക്ക് കീഴൊതുങ്ങി പേടിച്ചരണ്ടിരിക്കുകയാണ്. ഡിക്രൂസ് ബലിപീഠത്തിനരികിൽ മെല്ലെ നടന്നെടുത്തു. പട്ടിൽ പൊതിഞ്ഞ മാന്ത്രിക വാളുമായി നരഭോജികൾ ബാലികയുടെ കഴുത്ത് ആ പീഠത്തിൽ നീട്ടിവെച്ചു. ആ കുരുന്നിനറിയില്ലായിരുന്നു തൻ്റെ ശിരച്ഛേദനമാണ് നടക്കാൻ പോകുന്നതെന്ന്. നരഭോജികളായ ഡിക്രൂസിൻ്റെ അടിമകൾ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഒടുവിൽ ഡിക്രൂസിൻ്റെ ഊഴമെത്തി. അയാൾ പട്ടിൽ പൊതിഞ്ഞ മാന്ത്രിക വാൾ പുറത്തെടുത്തു. മൂർച്ചയേറിയ നീളൻ വാൾ അന്തരീക്ഷത്തിൽ വെട്ടിത്തിളങ്ങി. ഡിക്രൂസ് അത് ബലിപീഠത്തിൽ കഴുത്തുനീട്ടി ബന്ധനാവസ്ഥയിൽ നിൽക്കുന്ന കൊച്ചുബാലികയുടെ ശിരസിനോട് ചേർത്ത് വെച്ചു. അടുത്ത നിമിഷം ഒരലർച്ച അന്തരീക്ഷത്തിൽ പ്രകടമായി. ആകാശത്തിൽ പറവകൾ പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് കൂട്ടമായി പറന്നു. കഥയുടെ നാമം മന്ത്രതന്ത്രം. കഥ അവതരണം ഫിറോസ് മാഡോൾ. ഇളങ്കാറ്റിൻ്റെ സ്പർശമേറ്റ് ലാക്സിക്കോയിൽ നിന്നും ആ വാഹനം യാത്ര പുറപ്പെട്ടു. ഒരു ഓൾഡ് മോഡൽ വാനാണ്. കൃത്യം 6 പേർക്ക് യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന വാഹനത്തിൽ ലൂയിസും ലിസിയും ഒപ്പം കൂട്ടുകാരായ മാർക്കും ഡെയ്സിയും. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലാക്സിക്കോയിൽ നിന്നും ഒത്തിരി അകലെ
കിലോമീറ്റർ താണ്ടി വടക്കുള്ള ഒരു കൊച്ചു ഗ്രാമമായ ദോറോത്തിയിൽ പോകാനുള്ള പുറപ്പാടിലാണ്. പ്രകൃതി രമണീയത കൊണ്ട് സമൃദ്ധമായ വലിയ വനാന്തരത്തിനുള്ളിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ദോറോത്തി. വിജനവീഥികളിലൂടെ, മലയോരങ്ങൾ താണ്ടി വനാന്തരത്തിലൂടെയുള്ള യാത്ര. രാവിലെ ആരംഭിച്ച യാത്ര രാത്രിയാകുമ്പോഴേക്കും വനാതിർത്തി പിന്നിട്ടു. വാഹനം ഡ്രൈവ് ചെയ്യുന്ന ലൂയിസ് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. വാഹനത്തിൻ്റെ സൈഡ് ഗ്ലാസ് ഓപ്പൺ ചെയ്തതിനാൽ നല്ല തണുത്ത കാറ്റ് വാഹനത്തിൻ്റെ ജാലകത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നുണ്ടായിരുന്നു. വാനിലുള്ള 4 പേരും തണുപ്പിനെ അകറ്റുന്ന കോട്ട് ധരിച്ചതിനാൽ അല്പം ആശ്വാസമുണ്ടായിരുന്നു. ലൂയിസ് സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ച് വലിക്കാൻ തുടങ്ങി. സമയം രാത്രിയായി. ഇനി ദോറോത്തിയിൽ എത്തുന്നതുവരെ മുഴുവൻ ഫോറസ്റ്റാണ്, നിബിഡമായ വനം. ലൂയിസ് സിഗരറ്റ് വലിച്ചൂതുന്നതിനിടയിൽ കൂടെയുള്ളവർ കേൾക്കാനെന്ന ഭാവത്തിൽ പറഞ്ഞു. സിഗരറ്റ് മുഴുവൻ വലിച്ചൂതി അവൻ കുറ്റി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ശീതക്കാറ്റിൻ്റെ ശക്തിയിൽ സിഗരറ്റിൻ്റെ കത്തിയ അറ്റത്തു നിന്നും കനലുകൾ അന്തരീക്ഷത്തിൽ ചിതറിത്തെറിക്കുന്നത് വാനിൻ്റെ ഗ്ലാസിലൂടെ ലിസി കണ്ടു. ആ വാഹനം ആ വീഥികളിലൂടെ ചീറിപ്പാഞ്ഞു. ഇടയ്ക്ക് ലൂയിസ് ഓഡിയോ ഓപ്പൺ ചെയ്തു. നല്ല സോങ് അവരുടെ കാതുകളിൽ സംഗീത വിരുന്നൊരുക്കി. വനത്തിന് മധ്യത്തിലൂടെയുള്ള വീതി കുറഞ്ഞ റോഡിൽ കൂടി ആ യാത്ര അവർക്ക് കൗതുകമായി. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ ഇരുട്ടണഞ്ഞ പാതയിൽ കൂടി അവർ സഞ്ചരിച്ച വാഹനം കുതിച്ചു. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന വനം. ആ പാതയുടെ ഓരങ്ങളിൽ ഒരൊറ്റ ഇലക്ട്രിക് പോസ്റ്റുകളോ വെളിച്ചമോ സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. ആ പാതയിൽ യാത്ര വിരളമാണ്. ഡ്രൈവിങ്ങിനിടയിൽ ലൂയിസ് തൻ്റെ കൂടെ തൊട്ടടുത്ത് മുൻ സീറ്റിലിരിക്കുന്ന മാർക്കിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവനും പിൻസീറ്റിലിരുന്ന ലിസിക്കും ഡേസിക്കും കൗതുകം തോന്നി. അതെന്താണെന്ന് അവർ 3 പേരും ലൂയിസിനോട് ചോദിച്ചു. ലൂയിസ് അവരുടെ ചോദ്യം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു. ദോറോത്തി എന്ന സ്ഥലം വളരെ ദുർഘടം പിടിച്ച സ്ഥലമാണ്. ടൂറിസ്റ്റുകൾ പലരും അപകടത്തിൽപ്പെട്ടിരുന്ന ദുരൂഹമായ സ്ഥലം. അതിനാൽ അധികാരികൾ അവിടേക്കുള്ള യാത്ര നിരോധിച്ചു. ലൂയിസ് വളരെ ശാന്തമായിട്ടാണ് അത് പറഞ്ഞത്. അവൻ്റെ ആ മറുപടിയിൽ കൂട്ടുകാർക്കെന്തോ ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു. കൂട്ടുകാർക്ക് മൂഡ് ഓഫായി എന്ന് തിരിച്ചറിഞ്ഞ ലൂയിസ് അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് പഴയ കഥയാണ്, 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. ഇപ്പോൾ അവിടെ മുമ്പത്തെ പോലെ ടൂറിസ്റ്റുകൾക്ക് നിർബാധം പോകാൻ സാധ്യമല്ല. എല്ലാറ്റിനും ഒരു നിയന്ത്രണമുണ്ട്. പഴയ പോലെ ആ ഗ്രാമത്തിൽ കൂടുതൽ ജനസംഖ്യയും ഇല്ല. ഇപ്പോൾ അവിടെയുള്ള ആദിവാസികളായ കാട്ടുവാസികൾ മാത്രം. ലൂയിസ് പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ പിൻസീറ്റിലിരുന്ന ലൂസിഫർ ചാടിക്കയറി ചോദിച്ചു, അപ്പോൾ നമുക്ക് എങ്ങനെ പെർമിഷൻ കിട്ടി? ആ ചോദ്യം കേട്ട ലൂയിസിന്റെ മുഖത്ത് അപ്പോൾ വല്ലാത്തൊരു സന്തോഷം പ്രകടമാവുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചു. അതൊക്കെ ഒപ്പിച്ചു. സൗമ്യഭാവത്തോടെ ലൂയിസ് അവരോട് പറഞ്ഞു തുടങ്ങി. ദോറോത്തി കാടിനുള്ളിലെ ഒരു കൊച്ചു ഗ്രാമമാണ്. കാഴ്ചകൾ ആസ്വദിക്കാൻ ഇതുപോലൊരിടം മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. പക്ഷേ ദോറോത്തിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ജാഗ്രത കൈവെടിയരുത്. അതൊരു
അപകടം പിടിച്ച സ്ഥലവുമാണ്. ലൂയിസിന്റെ സംസാരത്തിൽ എന്തോ ഒരു ദുരൂഹത മറഞ്ഞിരിക്കുന്നതായി ലിസിക്ക് തോന്നി. നിനക്ക് ആ സ്ഥലത്തെക്കുറിച്ച് നേരത്തെ അറിയുമോ? ലിസി പരിഭ്രമത്തോടെയാണ് അത് ചോദിച്ചത്. ലൂയിസ് അവളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തില്ല. പകരം ചെറുതായി തലകുലുക്കി. ശൂന്യമായ അന്തരീക്ഷത്തിലൂടെ ആ പാതയോരത്തുകൂടി അവരുടെ വാഹനം നീങ്ങിക്കൊണ്ടിരുന്നു. വനത്തിൽ കുറച്ചു ദൂരം എത്തിയപ്പോഴേക്കും പതിയെ മഴയാരംഭിച്ചു. ആദ്യം നേർത്ത് പെയ്തെങ്കിലും അല്പം കഴിയുമ്പോഴേക്കും മഴ തിമർത്തു പെയ്യാൻ തുടങ്ങി. ആകാശത്ത് ഇടയ്ക്കിടെ മിന്നൽ പ്രകാശം ചെരിഞ്ഞു. നടുക്കമുണ്ടാക്കുന്ന ഇടിയും. ഇടിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കും ലിസി ചെവി പൊത്തിപ്പിടിച്ചു. അവൾക്ക് ഇടിമിന്നൽ പേടിയാണ്. മഴയുടെ ശക്തി കാരണം അവർക്ക് വാഹനമോടിച്ച് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. ലൂയിസ് വാഹനം പാതയോരത്തെ ചെരുവിലായി പതുക്കെ കൊണ്ടു നിർത്തി. മഴയുടെ തിമർപ്പിനാൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം നേരിട്ടു. കാറ്റിൻ്റെ ഓളത്തിനൊപ്പം വാഹനത്തിനുള്ളിലേക്ക് മഴത്തുള്ളികൾ ചിതറിത്തെറിച്ചു. വാഹനത്തിൻ്റെ സൈഡ് ഗ്ലാസെല്ലാം അപ്പോൾ അവർ വേഗം അടച്ചു. ഘോരവനത്തിൻ്റെ മധ്യത്തിലാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. പെട്ടെന്നാണ് തിമർത്ത് പെയ്യുന്ന മഴയോടൊപ്പം ഇടിമിന്നലിൻ്റെയും ശബ്ദത്തോടൊപ്പം ഒരു അലർച്ചയോടെയുള്ള വിലാപശബ്ദം അവരുടെ കാതുകളിൽ തുളച്ചു കയറിയത്. പെട്ടെന്ന് അവർ നാലുപേരും ആ അലർച്ച കേട്ട് ഞെട്ടിപ്പോയി. വാഹനത്തിൻ്റെ ഗ്ലാസുകളെല്ലാം ഭദ്രമായി അടഞ്ഞുകിടക്കുമ്പോഴും ആ മുരണ്ട ശബ്ദം അകത്ത് പ്രകമ്പനം ഉണ്ടാക്കിയത് അവരുടെ ഉള്ളിൽ വല്ലാത്ത നടുക്കമുണ്ടാക്കി. ലൂയിസും സുഹൃത്തുക്കളും പരസ്പരം മുഖാമുഖം വിളിച്ചു നോക്കി. എന്താണ്? വല്ലാത്തൊരു ശബ്ദം. മാർക്കിൻ്റെ ഗേൾ ഫ്രണ്ടായ ഡെയ്സി അല്പം ടെൻഷനോടെ ചോദിച്ചു. ലൂയിസ് തൻ്റെ ചുണ്ടിൽ വിരലമർത്തി മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. ഒരു പക്ഷേ ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ശബ്ദമായിരിക്കാം. കൊടും കാടല്ലേ? ലൂയിസ് നേർത്ത ശബ്ദത്തോടെ അവരോട് പറഞ്ഞു. ലൂയിസ് പറഞ്ഞതുപോലെ ഡേസിയും ലിസിയും മാർക്കും ഉള്ളിലെ ഭയം നിയന്ത്രിച്ചുകൊണ്ട് മൗനിയായി. അവർ നാലുപേരും ശബ്ദമുണ്ടാക്കാതെ വാഹനത്തിനുള്ളിൽ അനങ്ങാതെ ഇരുന്നു. പക്ഷേ ഓർക്കാപ്പുറത്ത് പെട്ടെന്നാണ് അവരെയൊക്കെ ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അവരുടെ വാഹനത്തിൻ്റെ മുൻവശത്തെ ഗ്ലാസിൽ ഭീമാകാരമായ ഒരു ചിലന്തി വന്ന് പറ്റിയത്. ലൂയിസും സുഹൃത്തുക്കളും ആ കാഴ്ച കണ്ട് പകച്ചുപോയി. ഇരുണ്ട നിറത്തിലുള്ള ചിലന്തി ഗ്ലാസിൽ ഇഴയുകയാണ്. അത് കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ ഭീതിയോടെ തുറച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവർ ഇത്രയും ഭീമനായ ചിലന്തിയെ കാണുന്നത്. ഒരു ഭീകര കോലമുള്ള ചിലന്തി. സാധാരണ ചിലന്തികളിൽ നിന്നും വ്യത്യസ്തമാണ് അതിൻ്റെ ഘടന. കാലുകൾക്ക് നല്ല വണ്ണവും മുഖത്തിന് അല്പം വലിപ്പവും കണ്ണുകൾക്ക് രക്തനിറവും ഉണ്ട്. അതിന് ഇത്തരം ചിലന്തികൾ സാധാരണ കൊടും കാടുകളിൽ ഉണ്ടെന്ന് പോലും സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. വാഹനത്തിനുള്ളിൽ നിന്നും അവർ ആശ്ചര്യത്തോടെ അതിനെ നോക്കി. വാനിൻ്റെ മുൻവശത്തെ ഗ്ലാസിൽ കിടന്ന് അപ്പോഴും ഇഴയുകയാണ് ആ ചിലന്തി. ഇഴഞ്ഞു നീങ്ങുന്ന അതിൻ്റെ കാലുകളിൽ നിന്നും മെഴുകുപോലെ രക്തം തുളുമ്പി ഗ്ലാസിൽ പരക്കുന്നത് അവർ കണ്ടു. വാഹനത്തിനുള്ളിൽ അത് നോക്കി അവർ നിശബ്ദരായിരുന്നു. കാലുകളിൽ കൂടി മെഴുക്കുള്ള രക്തം പുറത്തേക്ക് വമിച്ചുകൊണ്ട്
ആ ചിലന്തി മെല്ലെ മെല്ലെ ആ വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ നിന്നും താഴെ മണലിലേക്ക് ഇറങ്ങിപ്പോയി. അതെല്ലാം ഭീതിയോടെ കണ്ടുകൊണ്ട് ശ്വാസമടക്കി പിടിച്ചിരിക്കുകയായിരുന്നു അവരെല്ലാം. ആ ചിലന്തി അപ്രത്യക്ഷമായപ്പോഴാണ് എല്ലാവർക്കും ശ്വാസം നേരെ വിടാനായത്. എന്തൊരു ജീവിയാണത്! വേഗം ഇവിടെ നിന്നും വണ്ടി വിട്ടോ. പുറത്തേക്ക് നെടുവീർപ്പിട്ടുകൊണ്ട് ലിസി ലൂയിസിനെ നോക്കി പറഞ്ഞു. ഗെറ്റ് റെഡി ഫാസ്റ്റ്. തൊട്ടടുത്ത സീറ്റിലിരുന്ന മാർക്കും ലൂയിസിനോട് വാഹനം അവിടെ നിന്നും എടുക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞതുപോലെ ഞൊടിയിടയിൽ വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും മുന്നോട്ടേക്കെടുത്തു. ലൂയിസ് വാഹനം അതിവേഗത്തിൽ അവിടെ നിന്നും മുന്നോട്ടേക്കെടുത്തു. അപ്പോഴേക്കും മഴയ്ക്ക് അല്പം ശമനമുണ്ടായി. നമ്മൾ വണ്ടി നിർത്തിയ ആ സ്ഥലം എന്തോ അവിടെയൊരു പന്തികേടുണ്ട്. ഡേസിയാണ് യാത്ര തുടരുന്നതിനിടയിൽ അത് പറഞ്ഞത്. ശരിയാണ്, മാർക്ക് അവൾ പറഞ്ഞതിനെ ശരിവെച്ചു. ഏതായാലും നമ്മൾ അവിടം വിട്ടതും നന്നായി, ലിസിയും അവർക്കൊപ്പം ചേർന്ന് പറഞ്ഞു. എന്തോ ഓർത്തിട്ടെന്ന വണ്ണം ലൂയിസിൻ്റെ മുഖത്ത് ഡ്രൈവിങ്ങിനിടയിൽ ചെറുചിരി പടർന്നു. പക്ഷേ അതാരും ശ്രദ്ധിച്ചിരുന്നില്ല. ആ യാത്രക്കിടയിൽ ലിസിയും ഡേസിയും മാർക്കും ക്ഷീണത്താൽ അറിയാതെ ഉറങ്ങിപ്പോയി. ലൂയിസ് വാഹനത്തിലെ സംഗീതത്തിൽ ലയിച്ചുകൊണ്ട് വാഹനം ചീറിപ്പായിച്ചു. അതിരാവിലെ അന്തരീക്ഷം തെളിഞ്ഞു. ആകാശത്ത് പറവകളുടെ കലപില ശബ്ദം. പെട്ടെന്ന് ലൂയിസ് ഡ്രൈവ് ചെയ്ത വണ്ടി ചീറിക്കുതിച്ചു വന്ന് ഒരു മൺകൂനയിൽ വന്നിടിച്ചു നിന്നു. വാഹനത്തിനുള്ളിലുള്ളവരെല്ലാം ഇടിയുടെ ആഘാതത്തിൽ ഞെട്ടിയുണർന്നു. മുൻസീറ്റിലിരുന്ന മാർക്കിൻ്റെ നെറ്റിത്തടം വാഹനത്തിൻ്റെ എവിടെയോ വന്നിടിച്ച് ലൂയിസിൻ്റെ കൺപോള പെട്ടെന്ന് അടഞ്ഞതാണ് നിയന്ത്രണം വിടാൻ കാരണമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. ഭാഗ്യം ഒന്നുകൊണ്ട് രക്ഷപ്പെട്ടു. ഉറങ്ങിപ്പോയതാണ്. തെല്ല് വെപ്രാളത്തോടെ ലൂയിസ് അവരോട് പറഞ്ഞു. അവൻ ഡോർ തുറന്നു പുറത്തിറങ്ങി നോക്കി. വാഹനത്തിന് വലിയ പോറലൊന്നും ഏറ്റിരുന്നില്ല. മൺകൂനയിൽ തട്ടിയതുകൊണ്ട് ഒരപകടം ഒഴിവായി. ലൂയിസ് എല്ലാവരും കേൾക്കെ പറഞ്ഞു. നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരല്പ ദൂരം കൂടി സഞ്ചരിച്ചാൽ ദോറോത്തി ഗ്രാമമെത്തും. ഒരു പുരാതന ഗ്രാമമാണ് ദോറോത്തി, ലൂയിസ് കൂടെയുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞു. അവൻ തുടർന്നു. അവിടെ എത്തിയാൽ ടെൻ്റ് കെട്ടണം. അവിടെ പ്രത്യേക വാസസ്ഥലമൊന്നും നിലവിലില്ല. ഉള്ളതൊരു കോട്ടയാണ്. അവിടെ ജീർണിച്ചു കിടക്കുകയാണ്. അവിടെ താമസിക്കാൻ കൊള്ളത്തില്ല. അതെന്താ, ആ കോട്ട ആരും ഉപയോഗിക്കാറില്ലേ? മാർക്ക് ലൂയിസിനോട് സംശയത്തോടെ ചോദിച്ചു. ഇല്ല, അവിടെയാകെ വൃത്തിശൂന്യമായിരിക്കുകയാണ്. പാമ്പും മറ്റ് ഇഴജീവികളുടെയും വാസസ്ഥലമാണവിടം. അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം ടെൻ്റ് കെട്ടി താമസിക്കാം. ലൂയിസ് വേഗം വന്നു വാഹനത്തിൽ കയറി. ഉറക്കക്ഷീണം ഉണ്ടെങ്കിലും അവർ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് തിരിച്ചു. അല്പദൂരം താണ്ടിയപ്പോൾ അവർ ദോറോത്തിയിലെത്തി. വനത്തിന് നടുവിലെ സുന്ദരമായ ഗ്രാമം. പരന്നു കിടക്കുന്ന പുൽമേടകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന പല നിറത്തിലുള്ള പൂക്കൾ, ഭംഗിയുള്ള ചെടികൾ. പക്ഷേ പരിപാലിക്കാൻ അവിടെ ആരെയും കാണാനില്ല. ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും. വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ലിസിയും ഡേസിയും മാർക്കും ആ കാഴ്ചകൾ ആവോളം നുകർന്നു. ഓ, ഫാന്റാസ്റ്റിക്! ഭംഗിയുള്ള പ്ലേസ്.
ലിസി അങ്ങനെ പറഞ്ഞുകൊണ്ട് ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി. ഒപ്പം ഡേയ്സിയും. അവരുടെ സന്തോഷം കണ്ട് ലൂയിസും മാർക്കും. കൊച്ചു കൊച്ചു പാറക്കെട്ടുകളും കുന്നിൻ ചെരുവുകളും ഗ്രാമത്തിന് ചുറ്റിലുമായി നിബിഡ വനങ്ങളും. ലാക്സിക്കോയിൽ നിന്നും കിലോമീറ്റർ താണ്ടിയപ്പോൾ ഒരു കൊച്ചു സ്വർഗരാജ്യം പോലെ തോന്നി അവർക്ക് ദോറോത്തി. അവർ വാഹനം ഒരു ഭാഗത്തായി ഒതുക്കി വെച്ചു. അല്പം വിശ്രമിച്ചതിന് ശേഷം പകൽ വെളിച്ചത്തിൽ അവർ ടെന്റ് കെട്ടൽ ആരംഭിച്ചു. വാഹനത്തിൽ കരുതിയ സാമഗ്രികൾ കൊണ്ടവർ അടുത്തടുത്തായി 2 ടെന്റുകൾ കിട്ടി. ലാക്സിക്കോയിൽ നിന്നും പാചകത്തിനായി കൊണ്ടുവന്ന ഗ്യാസ് അടുപ്പും 2-3 പാത്രങ്ങളും മറ്റ് സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചു. ആ ജോലി ലിസിക്കും ഡേയ്സിക്കുമാണ്. ടെന്റ് കെട്ടിക്കഴിഞ്ഞതിനു ശേഷം അല്പം പാചകം ചെയ്ത് അവർ ഭക്ഷണവും കഴിച്ച് ഒന്ന് ചുറ്റാനിറങ്ങി. ഈ ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് കറങ്ങി നോക്കാം, ലൂയിസ് കൂട്ടുകാരോട് ആവേശത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവർക്കും താല്പര്യമായി. ഞങ്ങൾ റെഡി. അവരും ലൂയിസിനൊപ്പം തിരിച്ചു. മുമ്പെങ്ങോ പരിചിതമായ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ലൂയിസ് അവരോടൊപ്പം ആ സ്ഥലത്ത് അവരെയും നയിച്ചു മുന്നോട്ട് നീങ്ങിയത്. അവിടെ ചുറ്റി നടക്കുന്നതിനിടയിൽ ഓരോ സ്ഥലത്തും വ്യത്യസ്ത രീതിയിലുള്ള പലതരം പ്രതിമകൾ അവർക്ക് കാണാൻ സാധിച്ചു. അതിനൊക്കെ വർഷങ്ങളുടെ പഴക്കവും ഉണ്ടായിരുന്നു. ഒരു പൗരാണിക ശേഷിപ്പുകളുടെ ഇടമാണ് അവിടം എന്നവർക്ക് മനസ്സിലായി. അവർ ടെന്റ് കെട്ടിയ സ്ഥലത്ത് ഇടത്തുനിന്നും ഒരൽപ്പം ദൂരെ അവർ നടന്നെത്തി. വിജനമായി പരന്നു കിടക്കുന്ന സ്ഥലം. അവിടെ ഓരോ വാരം അകലെയായി കരിമ്പനകൾ ആകാശമുട്ടെ ഉയർന്നു നിൽക്കുന്നു. ഇത്രയും ഉയരത്തിൽ ആദ്യമായിട്ടായിരിക്കും കരിമ്പനകൾ കാണുന്നത്. മാർക്ക് കൗതുകത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഇവിടെ എല്ലാറ്റിനും ഒരു വ്യത്യസ്തത കാണുന്നുണ്ട്. ഡേയ്സിയും അവളുടെ അഭിപ്രായം രേഖപ്പെടുത്തി. അത്തരം കമന്റുകൾ കേട്ടിട്ടൊന്നും ലൂയിസിന് യാതൊരു ഭാവമാറ്റവും പ്രകടമായില്ല. എന്തോ അവൻ തീക്ഷ്ണമായ ആലോചനയിലാണ്. അവിടെയുള്ള ഓരോ കാഴ്ചകളും ആസ്വദിക്കുന്നതിനിടയിലായിരുന്നു ലിസിയുടെ ശ്രദ്ധ മറ്റൊരു കാഴ്ചയിലേക്ക് വഴിമാറിയത്. ദേ അങ്ങോട്ട് നോക്കിയേ, ഒരു തടാകം. അവൾ അവിടേക്ക് വിരൽ ചൂണ്ടി. ആഹ്ലാദപൂർവം ലിസി കാണിച്ച അവിടേക്ക് എല്ലാവരും ആകാംക്ഷയോടെ നോക്കി. പെട്ടെന്ന് അത് കണ്ട ലൂയിസിന്റെ കണ്ണുകൾ മിഴിച്ചു. അവൻ്റെ ഹൃദയത്തിനുള്ളിൽ ഭീതിയുടെ അഗ്നിനാളം ആളിപ്പടർന്നു. പക്ഷേ അവൻ കൂട്ടുകാർക്ക് മുമ്പിൽ അത് പ്രകടിപ്പിച്ചില്ല. ലൂയിസ് ആ കൊച്ചു തടാകത്തിനടുത്തേക്ക് ആകാംക്ഷപൂർവം മുന്നോട്ട് നീങ്ങിയ ലിസിയെയും ഡേയ്സിയെയും മുന്നോട്ട് ചെന്ന് തടഞ്ഞു. നിൽക്കൂ, വേണ്ട, അങ്ങോട്ട് പോകണ്ട. അവർക്ക് തടസ്സമായി നിന്നുകൊണ്ട് ലൂയിസ് അവരെ പിന്തിരിപ്പിച്ചു. അങ്ങോട്ട് പോകേണ്ട, അതിൽ നിറയെ ചീങ്കണ്ണികളാണ്, കടിച്ച് കീറും. ഭയപ്പെടുത്തിക്കൊണ്ട് ലൂയിസ് അവരോട് പറഞ്ഞു. ലൂയിസ് മാർഗതടസ്സം തീർത്തപ്പോൾ പിന്നെ അവർക്ക് തടാകത്തിനരികെ പോകാൻ സാധിച്ചില്ല. അവർ മെല്ലെ പിന്തിരിഞ്ഞു. പക്ഷേ ലിസിക്ക് ലൂയിസിൻ്റെ ഇടപെടലിൽ എന്തോ ഒരു സംശയം ഉടലെടുത്തു. ആ കൊച്ചു തടാകത്തിൽ മുതലകൾ ഉണ്ടാവുമോ? അവൾ ചിന്തിച്ചു. അവൾ അത് ഡേയ്സിയുമായി പങ്കുവെച്ചു. ഹേയ്, അവന് വട്ടാണ്, അതൊരു ചെറിയ തടാകമല്ലേ. ഡേയ്സി അവളോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല ഭംഗിയുള്ള തടാകം, അതിൽ നീന്തി കുളിക്കാൻ നല്ല രസമായിരിക്കും. ലിസി ഡേയ്സിയോട് അവളുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഡേയ്സി തൽക്കാലം അവളെ പിന്തിരിപ്പിച്ചു. ഇപ്പൊ വേണ്ട, ഇനിയും സമയമുണ്ടല്ലോ,
ഇപ്പോൾ ലൂയിസിനെ ധിക്കരിക്കേണ്ട. അവൾ ലിസിയെ പിന്തിരിപ്പിച്ചു. അവർ നടന്നു നീങ്ങുന്നതിനിടയിൽ ലിസിയെ ആകർഷിച്ചത് കൊണ്ടായിരിക്കാം ആ തടാകത്തിലേക്ക് തന്നെ അവൾ കണ്ണുകൾ ഉരുവിട്ടത്. ഇതുപോലെ മനോഹരമായൊരു തടാകം ഇതിനു മുമ്പ് കാണാൻ കഴിഞ്ഞിട്ടില്ല, അവൾ ഓർത്തു. പരിസരമൊക്കെ ചുറ്റിക്കറങ്ങി അവർ 4 പേരും ടെന്റിന് അടുത്തു തന്നെ എത്തി. അപ്പോഴേക്കും നേരം ഒരുപാട് പിന്നിട്ടിരുന്നു. ആകാശം ഇരുട്ടുമൂടി തുടങ്ങുന്നതിനു മുമ്പ് അവർ ടെന്റിന്റെ അടുത്ത് വെച്ച് ഭക്ഷണം പാചകം ചെയ്തു കഴിച്ചു. അത് കഴിഞ്ഞ് ലൂയിസും ലിസിയും ഒരു ടെന്റിൽ കയറി. ഡെയ്സിയും മാർക്കും മറ്റൊരു ടെന്റിലും. ടെന്റിന് വെളിയിൽ അവർ തീ കായ്ച്ചു. ദോറോത്തിയിൽ അപ്പോൾ അവരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. യാത്രയ്ക്കിടയിലോ ദോറോത്തിയിലോ ആ സമയമായിട്ടും ഒരൊറ്റ മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാൻ അവർക്ക് സാധിച്ചില്ല. ഈ സ്ഥലത്ത് നമ്മളല്ലാതെ വേറെ ആരുമില്ലേ? അടുത്തായി ഒരുമിച്ച് കിടന്ന ലിസി ലൂയിസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ട്, പക്ഷേ അപേക്ഷിക്കണം. പിന്നെ ഇവിടെ കാട്ടുവാസികളുണ്ട്. ലൂയിസ് അവൾക്ക് മറുപടി കൊടുത്തു. നല്ല മരം കോച്ചുന്ന തണുപ്പിനാൽ അവർക്ക് വിറയൽ അനുഭവപ്പെട്ടു. കമ്പിളി മൂടിയിട്ടും ശരീരത്തെ തണുപ്പിനാൽ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മഞ്ഞ് വീഴ്ചയുടെ ഫലമായി ടെന്റിനു വെളിയിൽ തീ കാഴ്ച പതിയെ അണഞ്ഞുപോയി. അപ്പോൾ അവിടമാകെ നല്ല ഇരുട്ടിലായി. ലൂയിസ് തൻ്റെ തലയ്ക്ക് ചാരെ ഒരു ടോർച്ച് വെച്ചിരുന്നു. അപ്പോൾ അവനത് കൈപ്പിടിയിൽ ഒതുക്കി. രാത്രിയുടെ യാമങ്ങളിൽ പല ജീവികളുടെയും ശബ്ദങ്ങൾ അവരുടെ കാതുകളിൽ പതിഞ്ഞു. കുറെ നേരം പിന്നിട്ടപ്പോൾ എന്തോ ലൂയിസ് പോലും ഉറക്കത്തിൻ്റെ മയക്കത്തിലേക്ക് വീണിട്ടും ലിസിക്ക് ഉറക്കം വന്നിരുന്നില്ല. അവളുടെ മിഴികൾ ഇടയ്ക്കിടെ തുറക്കപ്പെട്ടു. ടെന്റിനുള്ളിലെ ഇരുട്ടിൽ ലൂയിസിൻ്റെ കൂർക്കം വലി അവളിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി. കാടിനുള്ളിലെ അപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ആ കൂർക്കം വലിയുടെ ശബ്ദം അവൾക്ക് ഭയപ്പെടുത്തുന്ന പോലെ തോന്നി. ലിസി മെല്ലെ ആ ടെന്റിൽ എഴുന്നേറ്റിരുന്നു. വല്ലാത്തൊരു ശൂന്യത. ഇടയ്ക്ക് കുറുക്കന്മാർ വിലാപമായി ഓരിയിടുന്ന ശബ്ദം. പുറത്ത് ശ്മശാന മൂകത. ആ മൂകതയിലും എന്തൊക്കെയോ അപ്രസക്ത ശബ്ദങ്ങൾ. ടൈം പാസിനായി ലിസി തൻ്റെ മൊബൈൽ ഫോൺ എടുത്തു. ഓൺ ആക്കി നോക്കി. പക്ഷേ നെറ്റ്വർക്ക് 1% പോലുമില്ല. അവൾക്ക് വെറീസായി. അവൾ മൂഡ് ഓഫായി ഇരിക്കുമ്പോഴാണ് ലൂയിസിൻ്റെ ചാരത്ത് ടോർച്ച് കണ്ടത്. ലിസി ടോർച്ചെടുത്ത് മെല്ലെ ടെന്റിനു വെളിയിൽ വന്നു. ഡെയ്സിയും മാർക്കും തൊട്ടടുത്ത ടെന്റിൽ നല്ല ഉറക്കത്തിലാണെന്ന് അവിടേക്ക് ടോർച്ച് തെളിച്ചു നോക്കിയപ്പോൾ അവൾ കണ്ടു. അവരെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി ലിസി തൻ്റെ ടെന്റിനുള്ളിലേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ കണ്ണിൽ എന്തോ ഒന്ന് പതിഞ്ഞത്. പെട്ടെന്ന് ലിസി ആ ഭാഗത്തേക്ക് മിഴി കൂർപ്പിച്ചു. അവൾക്ക് പരിഭ്രമമായി. പകൽ തങ്ങൾ ചുറ്റാനിറങ്ങിയ വഴിയിൽ കൂടി നിഴൽ പോലെ ഒരു സ്ത്രീ. നമ്മളെ കൂടാതെ അപ്പോൾ നമ്മളെപ്പോലെ ഇവിടെ മറ്റാരോ ഉണ്ട്, ലിസി ചിന്തിച്ചു. പനങ്കുല പോലെ നിലത്തയച്ചു വീണ തലമുടി. ലിസി അത് കണ്ട് പകച്ചുപോയി. ആരായിരിക്കും അത്? ഈ രാത്രിയിൽ നമ്മളല്ലാതെ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലെന്നല്ലേ ലൂയിസ് പറഞ്ഞത്? അവൾ ആശ്ചര്യത്തോടെ ഓർത്തു. തനിക്ക് അല്പം അകലെയായി ആ വഴിയിലൂടെ ആ സ്ത്രീ നീങ്ങുകയാണ്. അതാരാണെന്നറിയാൻ ലിസിക്ക് വല്ലാത്ത ആകാംക്ഷയായി. അവൾ മെല്ലെ മുന്നിലായി നീങ്ങുന്ന ആ സ്ത്രീയെ പിന്തുടർന്നു. ശബ്ദമുണ്ടാക്കാതെ അവർക്ക് പിന്നാലെ നടന്നു. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ
പകൽ തങ്ങൾ ചുറ്റാനിറങ്ങിയപ്പോൾ കണ്ട മനോഹരമായ ആ തടാകത്തിനരികിൽ എത്തിയിരിക്കുകയാണ് ആ അപരിചിത സ്ത്രീ. ആ സ്ത്രീയുടെ 2 വാരം പിന്നിലായി ലിസി മെല്ലെ വന്നു നിന്നു. ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ശരീരവുമായി ആ സ്ത്രീ തൻ്റെ കാലുകൾ കരയിൽ നിന്നും തടാകത്തിലേക്ക് പ്രവേശിപ്പിച്ചു. വെളുത്തു തുടുത്ത സുന്ദരിയായ ആ സ്ത്രീ എന്തിനാണ് ആ തടാകത്തിൽ ഈ രാത്രി ഇറങ്ങുന്നത്? ലിസിയുടെ ഉള്ളിൽ ചോദ്യമുയർന്നു വന്നു. ആ സമയം തടാകത്തിലേക്ക് ചുവടുകൾ എടുത്തുവെച്ച് ഇറങ്ങുകയായിരുന്നു ആ അപരിചിത സ്ത്രീ. ലിസി സസൂക്ഷ്മം ആ കാഴ്ച ആശ്ചര്യത്തോടെ നോക്കി നിന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ലിസിയുടെ തോളിൽ ഒരു കൈ വന്ന് അമർന്നത്. ഞെട്ടിപ്പോയി അവൾ. ഭീതിയോടെ അവൾ തിരിഞ്ഞു നോക്കി. പിന്നിൽ ലൂയിസ്. മുഖം കനപ്പിച്ചു അവളെ തറപ്പിച്ചു നോക്കുകയാണ് അവൻ. ലൂയി, ദേ അങ്ങോട്ട് നോക്കിയേ. ലിസി ആ തടാകത്തിലേക്ക് വിരൽ ചൂണ്ടി അവനു കാണിച്ചു കൊടുത്തു. അവൾ വിരൽ ചൂണ്ടിയ തടാകത്തിലേക്ക് ലൂയിസ് മെല്ലെ കണ്ണുകൾ ഉരുവിട്ടു. പക്ഷേ അവിടെ നിലാവിൻ്റെ വെട്ടത്തിൽ തടാകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം മാത്രം. മറ്റൊന്നും ലൂയിസിന് അവിടെ കാണാൻ കഴിഞ്ഞില്ല. നീ ഇവിടേക്ക് എന്തിനു വന്നു? അല്പം അമർഷത്തോടെയാണ് ലൂയിസ് അവളോട് ചോദിച്ചത്. ലൂയിസിൻ്റെ മുഖത്തെ അപ്പോഴത്തെ കോപം അവൾ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് ഈ അസമയത്ത്, മുൻ പരിചയമില്ലാത്ത ഇടം. പെട്ടെന്ന് നിന്നെ കാണാതായപ്പോൾ എന്തുമാത്രം ഭയപ്പെട്ടു എന്നറിയുമോ? പുറത്തിറങ്ങി നോക്കിയപ്പോഴായിരുന്നു നീ നടന്നു നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. എന്തിനാണ് നീ ഒറ്റയ്ക്ക് ഇവിടെ വന്നത്? ലൂയിസ് അവളോട് കർക്കശത്തോടെ ചോദിച്ചു. ലിസി നടന്ന കാര്യം ഗൗരവത്തോടെ ലൂയിസിനോട് പറഞ്ഞു. അവൾ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ലൂയിസ് ഉച്ചഭാവത്തോടെ അവളെ നോക്കി. നിനക്ക് വട്ടുപിടിച്ചോ? അങ്ങനെ ഒരു സ്ത്രീയും നിന്റെ മുന്നിൽ ഉണ്ടായിട്ടില്ല. നിന്റെ തൊട്ടുപിന്നിൽ നിന്നെ ഫോളോ ചെയ്തുകൊണ്ട് ഞാനും ഉണ്ടായിരുന്നു. ലൂയിസ് അല്പം ദേഷ്യം കലർത്തി പറഞ്ഞു. അത് കേട്ട ലിസിക്ക് വല്ലാത്തൊരു പരിഭ്രമമുണ്ടായി. അപ്പോൾ താൻ കണ്ട ആ പനങ്കുല മുടിയച്ചിട്ട സുന്ദരിയായ യുവതി? ലിസിയുടെ ഉള്ളിൽ വല്ലാത്ത ഭീതിതമായ സംശയം ഉടലെടുത്തു. അവൾക്കാകെ മൊത്തം ഒരു കൺഫ്യൂഷനായി. കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ലൂയിസ് അവളുടെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ടെന്റിലേക്ക് നടന്നു നീങ്ങുന്നതിനിടയിൽ ലൂയിസ് അവളെ പരുക്കഭാവത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇനി അവിടേക്ക് പോകരുത്. ആ തടാകത്തിനരികിലേക്ക്. എന്തോ ഒരു താക്കീതിൻ്റെ സ്വരം ലൂയിസിൽ നിന്നും ഉണ്ടായപ്പോൾ ലിസിക്ക് കൂടുതൽ അവ്യക്തത തോന്നി. അവളുടെ ഉള്ളിൽ അപ്പോൾ ആ തടാകവും അവൾ അവിടെ കണ്ട ആ പനങ്കുല മുടിയുള്ള സുന്ദരിയായ യുവതിയുമായിരുന്നു. ആരായിരിക്കും ആ യുവതി? അപ്സരസോ അതോ കന്യകയോ? ലിസി ഹൃദയത്തോട് സ്വയം ചോദിച്ചു. മരങ്ങളുടെ ശിഖരങ്ങൾക്കിടയിലൂടെ സൂര്യവെളിച്ചം കണ്ണുകളിലേക്ക് തെളിഞ്ഞു. അപ്പോഴാണ് നേരം പുലർന്നതായി ലൂയിസിന് മനസ്സിലായത്. തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ലിസിക്ക് ഉറക്കം തെളിഞ്ഞില്ല. അവൾ അപ്പോഴും ഉണരാതെ ക്ഷീണത്തോടെ ഉറങ്ങുകയാണ്. മാർക്കും ഡെയ്സിയും കോഫിയുമായി അവരുടെ ടെന്റിലേക്ക് വന്നു. ഹേയ്, ലിസി ഉണർന്നില്ലേ? ഡെയ്സി അവൾക്കരികെ ചെന്ന് ലിസിയെ ഉണർത്തി. ഇന്നലെ സുഖമായി ഉറങ്ങി, മാർക്ക് ലൂയിസിനോട് പറഞ്ഞു. പിടുത്തം വിട്ട തണുപ്പായിരുന്നു. മാർക്ക് കൊടുത്ത കോഫി വാങ്ങി കുടിച്ചുകൊണ്ട് ലൂയിസ് പറഞ്ഞു. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ആദ്യം ലൂയിസും മാർക്കും അടുത്തുള്ള ഒരു ചെറിയ അരുവി ലക്ഷ്യമാക്കി നീങ്ങി.
ഒരു വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒഴുകുന്ന കൊച്ചു അരുവി. അവിടെ നിന്നും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി അവർ ടെന്റിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ അവിടെ ലിസിയെയും ഡേസിയെയും കാണുവാനില്ല. ഒറ്റയ്ക്ക് അവരിതെവിടെ പോയി? കോപം നിയന്ത്രിക്കാനാവാതെ ലൂയിസ് പല്ല് ഞെരിച്ചു. ഒരു ഞെട്ടലോടെ ലൂയിസ് ഓർത്തു, അവർ തടാകത്തിനടുത്തേക്ക് പോയോ? അവൻ്റെ ഭീതിയോടെയുള്ള നേർത്ത സ്വരം കേട്ട് മാർക്ക് ആശ്ചര്യപ്പെട്ടു. അതിന് തടാകത്തിനടുത്തേക്ക് പോകുന്നത് കുറ്റകരമാണോ? മാർക്കിൻ്റെ നിസ്സാരമായ ചോദ്യം കേട്ട് ലൂയിസ് നിരാശനായി. ഇപ്പോൾ അതിന് ഉത്തരം പറയാൻ സമയമില്ല, വേഗം വാ. അവൻ വെപ്രാളത്തോടെ മാർക്കിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് തടാകത്തിനരികിലേക്ക് ഓടി. ധൃതിയിൽ അവിടെ എത്തിയ ലൂയിസ് ആകുലനായി അവിടമാകെ ലിസിയെയും ഡേസിയെയും തിരഞ്ഞു. തടാക പരിസരം അപ്പോൾ ശൂന്യമായിരുന്നു. അവിടെയെങ്ങും ലിസിയെയും ഡേസിയെയും അവർ കണ്ടില്ല. ലൂയിസിൻ്റെ വെപ്രാളവും പ്രയാസവും കണ്ട് മാർക്കിന് എന്തോ അസ്വാഭാവികത തോന്നി. ലൂയി, എന്താണ് നിന്നെ അലട്ടുന്നത്? എന്തോ നീ ഒളിക്കുന്നുണ്ട്. നിന്റെ മുഖഭാവം കണ്ടാൽ അറിയാം. എവിടെ ഡേസിയും ലിസിയും? മാർക്ക് ലൂയിസിനോട് ഗൗരവത്തോടെ ചോദിച്ചു. അപ്പോഴും ലൂയിസിന്റെ ശ്രദ്ധ മുഴുവൻ തടാകവും പരിസരവുമായിരുന്നു. അവൻ തടാകത്തിനടുത്തേക്ക് മെല്ലെ മെല്ലെ നീങ്ങി. തടാകത്തിന്റെ ഒരു വാരം അകലെ ലൂയിസ് എത്തി, ഒപ്പം മാർക്കും. അപ്പോഴാണ് ഭീതിതമായി ഭയമുളവാക്കുന്ന ആ കാഴ്ച അവരുടെ കണ്ണുകളിൽ പതിഞ്ഞത്. നേരത്തെ മനോഹരമായി നീല നിറത്തിലുണ്ടായിരുന്ന തടാകത്തിലെ വെള്ളം മുഴുവൻ ചോര നിറത്തിൽ ചുവന്നു തുടുത്തിരിക്കുന്നു. അത് കണ്ട മാർക്കും പകച്ചുപോയി. ദേ, ഇതെന്താ പെട്ടെന്നിങ്ങനെ വെള്ളം ചുവന്ന നിറത്തിൽ? മാർക്ക് ആശ്ചര്യത്തോടെ ലൂയിസിനോട് ചോദിച്ചു. ആ കാഴ്ച ലൂയിസിൽ വല്ലാത്ത ഒരു നടുക്കമുണ്ടാക്കി. മാർക്കിന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ പകച്ചു നിൽക്കുകയാണ്. ലൂയിസ് ആ തടാകത്തിൽ തന്നെ സസൂക്ഷ്മം ഭീതിയോടെ തുറിച്ചു നോക്കി. അപ്പോഴാണ് ഡേസിയുടെ ചേതനയറ്റ ശരീരം ആ തടാകത്തിൽ ഒഴുകിക്കളിക്കുന്നത് അവൻ്റെ കണ്ണുകളിൽ പതിഞ്ഞത്. അത് കണ്ട് ലൂയിസിന്റെ അടിവയറ്റിൽ കനലുകൾ എരിഞ്ഞു കത്തി. കണ്ണുകളിൽ ഭീതിയുടെ അഗ്നിനാളം തിളച്ചു. പിന്നാലെ മാർക്കും ആ കാഴ്ച കണ്ടു. അവൻ്റെ കാലുകൾ കുഴഞ്ഞു, ചുണ്ടുകൾ വിറച്ചുകൊണ്ട് അവൻ അലറി, "എൻ്റെ പൊന്നു!" മാർക്ക് മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് ഉറക്കെ പൊട്ടിക്കരഞ്ഞു. അവൻ സങ്കടത്താൽ മണലിൽ കിടന്ന് പുളഞ്ഞു. മാർക്കിനെ ആശ്വസിപ്പിക്കാൻ ലൂയിസ് പാടുപെട്ടു. ലൂയിസ് അവനെ എഴുന്നേൽപ്പിച്ചു. മാർക്ക് ലൂയിസിന്റെ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു തേങ്ങി. പെട്ടെന്നവൻ ലൂയിസിന്റെ കൈ തെറിപ്പിച്ചു ആ തടാകം ലക്ഷ്യമാക്കി സ്ഥലകാല ബോധമില്ലാതെ ഓടി. പക്ഷേ നിമിഷ നേരം കൊണ്ട് ലൂയിസ് അവന് പിന്നാലെ ഓടിച്ചെന്ന് തടഞ്ഞു. "നീ എന്താ കാണിക്കുന്നേ?" അവൻ മാർക്കിനെ വരിഞ്ഞു മുറുക്കി ചോദിച്ചു. "എന്നെ വിടൂ ലൂയി, അവളില്ലാതെ ഞാൻ ജീവിക്കില്ല." മാർക്ക് ലൂയിസിന്റെ കരങ്ങളിൽ കിടന്ന് പുളഞ്ഞു. പക്ഷേ ലൂയിസ് അവനെ വിട്ടില്ല. അവനെയും മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറല്ല. തടാകത്തിലെ രക്തനിറത്തിലുള്ള വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ഡേസിയുടെ ചേതനയറ്റ ശരീരം തടാകത്തിൻ്റെ ആഴങ്ങളിലേക്ക് മെല്ലെ മെല്ലെ ആണ്ടുപോകുന്നത് ലൂയിസും മാർക്കും ഭീതിയോടെ കണ്ടു. "ലിസി എവിടെ?"
ലൂയിസിന്റെ പിന്നിലുള്ള ചിന്ത മുഴുവൻ അവളെക്കുറിച്ചായിരുന്നു. അവളെയും കാണാനില്ല. അവളും അപകടത്തിൽപ്പെട്ടു. അവന് ആവലാതി കൂടി. ലിസിയും ഈ തടാകത്തിൽ അപകടത്തിൽപ്പെട്ടു. അവൾ എവിടെ? വിതുമ്പലിനിടയിൽ മാർക്ക് ലൂയിസിനോട് ചോദിച്ചു. നമുക്കൊന്ന് മുങ്ങി തപ്പി നോക്കാം. ഡേസിയുടെ ബോഡിയും പുറത്തെടുക്കാം, മാർക്ക് ലൂയിസിനോട് പറഞ്ഞു. വേണ്ട, തടാകത്തിൽ ഇറങ്ങിയാൽ കുഴപ്പമാണ്. അല്പം ഭീതിയുടെ സ്വരത്തിലാണ് ലൂയിസ് അത് പറഞ്ഞത്. ലൂയിസിന്റെ നിരാകരണത്തിൽ മാർക്കിന് സംശയം അധികരിച്ചു. അവൻ ലൂയിസിനോട് അല്പം കോപാകുലനായി. നീ എന്തോ ഞങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. നേരത്തെ എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്താണേലും നീ പറയണം. ഇനിയും ഒളിക്കരുത്. എന്തോ എനിക്കിവിടെ ഈ സ്ഥലം ദുരൂഹമായി തോന്നുന്നു. നമ്മൾ എന്തിനിവിടെ വന്നു? ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. എവിടെയും ഒരു ശ്മശാന മൂകത. പറയൂ, മാർക്ക് ലൂയിസിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അലറി. ലൂയിസ് അവനെ തള്ളി മാറ്റിക്കൊണ്ട് വല്ലാത്ത ഭാവം പ്രകടിപ്പിച്ചു. അവന്റെ മുഖത്ത് നിരാശയും പകയും പ്രതിഫലിച്ചു. അതെ, നിങ്ങളിൽ നിന്നൊക്കെ ചിലത് മറച്ചു വെക്കേണ്ടി വന്നു. അവൻ അല്പം വൈകാരികമായും നിരാശയോടെയും പറഞ്ഞു. ലൂയിസിന്റെ കണ്ണുകൾ അറിയാതെ നിറയുന്നത് മാർക്കിന് കാണാൻ സാധിച്ചു. എന്താടാ, എന്തിനാ വിഷമിക്കുന്നത്? എന്തുണ്ടെങ്കിലും എന്നോട് പറ, മാർക്ക് അവനെ നോക്കി വേദനയോടെ പറഞ്ഞു. ഇനിയും എല്ലാം മറച്ചു വെക്കുന്നത് ഒരുപക്ഷെ കൂടുതൽ അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് ലൂയിസിന് തോന്നി. അതുകൊണ്ട് മാർക്കിനോട് എല്ലാം വെളിപ്പെടുത്താൻ അവൻ തയ്യാറെടുത്തു. അതൊരു കഥയാണ്. കുരുന്നു മനസ്സിൽ കനലായി എരിഞ്ഞു കത്തിയ നോവിൻ്റെ കഥ. മനോഹരമായ കുന്നിൻ ചെരുവിലൂടെ ദുറോത്തിയിലെ മനോഹാരിത ആസ്വദിച്ച് നീങ്ങുന്നതിനിടയിലായിരുന്നു ഗബ്രിയേലും ലൂസിഫറിനും മുന്നിലേക്ക് അമ്പും വില്ലും വാളും കുന്തവുമായി കണ്ടാൽ അറപ്പും ഭയവും തോന്നുന്ന ഒരു കൂട്ടം പ്രത്യേക കാട്ടുവാസികൾ പ്രത്യക്ഷമായത്. 8 പേരടങ്ങുന്ന ഒരു സംഘമാണവർ. 3 പേരും അവർ തങ്ങളെ വളഞ്ഞപ്പോൾ വല്ലാതെ ഭയപ്പെട്ടുപോയി. അവരുടെ കോലങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. പിശാചുക്കളെപ്പോലെ. ചെങ്കണ്ണും കറുത്തിരുണ്ട നിറവുമാണ് അവർക്ക്. നാവിലൂടെ രക്തം തുളുമ്പുന്നത് കണ്ടപ്പോൾ ഗബ്രിയേലിനും ലൂസിഫറിനും ഭീതി കനലെരിഞ്ഞു. ഇവർ മനുഷ്യരും, അതും നരഭോജികളും? ഗബ്രിയേലിന് ഭീതിയോടെയുള്ള സംശയമായി. ലൂയിസിനും ലൂസിഫറിനും ഒന്നും മനസ്സിലായില്ല. അവരുടെ പ്രായം അവർക്ക് വകതിരിവ് ഉണ്ടാക്കിയിരുന്നില്ല. ലൂയിസിന് 10 വയസ്സും ലൂസിഫറിന് 5 വയസ്സും. പെട്ടെന്നാണ് ആ കൂട്ടത്തിലുള്ള ഒരു കാട്ടുവാസിയുടെ അമ്പിൽ നിന്നും ഒരു അസ്ത്രം ഗബ്രിയേലിന് നേരെ ചീറി വന്നത്. അയാൾ കാണുന്നതിനു മുമ്പ് അസ്ത്രം ഗബ്രിയേലിന്റെ നെഞ്ചിൻ കൂട് തുളച്ചു കയറി. ഒരു നിമിഷ നേരം ഗബ്രിയേൽ കടപുഴകി നിലത്ത് വീണു. ആ കാഴ്ച കണ്ട് പകച്ചുപോയ 10 വയസ്സുകാരൻ ലൂയിസും ലൂസിഫറും ഭയത്തോടെ വെപ്രാളം പ്രകടിപ്പിച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ ജീവനും കൊണ്ടോടി. പക്ഷേ അവരുടെ പിന്നാലെ ശരവേഗത്തിൽ അവരുടെ കൂട്ടത്തിലെ കാട്ടുവാസികളായ 5 പേർ ചീറിപ്പാഞ്ഞു. അതിനിടയിൽ അവിടെ അവശേഷിക്കുന്ന കാട്ടുവാസികളായ നരഭോജികൾ ഗബ്രിയേലിന്റെ ശരീരം മുഴുവൻ കടിച്ചു കീറി രക്തം ഊറ്റി കുടിക്കുന്നുണ്ടായിരുന്നു. സമയം അർദ്ധരാത്രിയോടടുത്തു. ദുറോത്തിയിൽ ഇരുട്ടിന്റെ രാത്രിയിൽ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് കയ്യിൽ
നീളൻ സിംഹത്തലയുടെ രൂപമുള്ള വടിയുമായി, കഴുത്തിൽ രുദ്രാക്ഷമാലയും കയ്യിൽ നിറയെ പട്ടിൻ്റെ ചരടും, തോളിൽ ചെമ്പിൻ്റെ മന്ത്രിച്ച ഏലസും ധരിച്ച് പൊക്കം കുറഞ്ഞ കുള്ളനായ മന്ത്രവാദി കുള്ളൻ ഡിക്രൂസ് ഒരു ചതുരക്കളത്തിൽ ഇരുന്നു കൊണ്ട് മന്ത്രിക്കുന്നു. നാലു ചുറ്റും തിരിവിളക്കുകൾ കത്തിച്ച് വർണ്ണഭസ്മം വിതറി മന്ത്രക്കളത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിക്രൂസ്. ദുറോത്തിയിലെ വളരെ തുലോം തുച്ഛം വരുന്ന ജനങ്ങൾ ഭീതിയോടെ കണ്ട ഭയപ്പാടോടെ നോക്കിയ ഉള്ളൻ ഡിക്രൂസ് മന്ത്രക്കളത്തിൽ മിഴികളടച്ചു. അയാളുടെ സാങ്കേതത്തിൽ ദുർമന്ത്രവാദത്തിൽ മുഴുകിയിരിപ്പാണ്. രാത്രിയുടെ യാമങ്ങളിൽ വെട്ടത്തിൻ്റെ നിഴൽ കണ്ട് ഓടിക്കിതച്ചു കൊച്ചുപയ്യൻ ലൂയിസ്. പേടിച്ചരണ്ട് ഉള്ളൻ ഡിക്രൂസിൻ്റെ സാങ്കേതത്തിനടുത്തെത്തി. അവൻ ശബ്ദമുണ്ടാക്കാതെ ഒളിഞ്ഞിരുന്നു ആ മന്ത്രക്കളത്തിൽ ഇരിക്കുന്ന ഡിക്രൂസിനെ നോക്കി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് നരഭോജികളായ കുറച്ചു കാട്ടുവാസികൾ കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മറച്ചു ലൂസിഫറിനെയും കൊണ്ട് അവിടേക്ക് എത്തിയത്. ലൂയിസിന് തൻ്റെ സഹോദരി ലൂസിഫറിനെ കണ്ടപ്പോൾ സന്തോഷമായി. കറുത്ത തുണി കൊണ്ട് കണ്ണുകൾ മൂടപ്പെട്ട ലൂസിഫർ ആ സമയം പേടിച്ച് കരയുകയായിരുന്നു. ഒരു 5 വയസ്സുകാരിയുടെ ശബ്ദവും സാമീപ്യവും തിരിച്ചറിഞ്ഞ ഡിക്രൂസ് എന്ന ദുർമന്ത്രവാദിയുടെ ചെഞ്ചോര കണ്ണുകൾ പെട്ടെന്ന് ആർത്തിയോടെ തുറച്ചു വന്നു. പൈശാചിക ഭാവത്തോടെ ഒരു കൊലച്ചിരി ചിരിച്ചുകൊണ്ട് അയാൾ ലൂസിഫറിനെ തുറച്ചു നോക്കി. ഡിക്രൂസ് അട്ടഹാസത്തോടെ ലൂസിഫറിനെ നോക്കി ചിരിച്ചു. ആ കുഞ്ഞുമോൻ അയാളുടെ മൃഗീയ ചിരി കണ്ട് അരണ്ടുപോയി. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിയാനാവാതെ പേടിച്ചരണ്ട് അടക്കി പിടിച്ചിരിക്കുകയാണ് 10 വയസ്സുകാരൻ ലൂയിസ്. സമയം വൈകിക്കേണ്ട, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നരബലി നടത്തണം. ആത്മാവ് അന്ധകാരത്തിൽ എത്തേണ്ടതാണ്. ഡിക്രൂസ് അടിമകളായ നരഭോജികളോട് കൽപ്പിച്ചു. അവർ ലൂസിഫറിനെ ഒരു കൂളത്തിൽ മുക്കിയെടുത്തു. ചുവന്ന പട്ടുവസ്ത്രം ധരിപ്പിച്ചു. അതിനുശേഷം മന്ത്രക്കളത്തിൽ ഒരു കാഞ്ഞിരപ്പലകയിൽ കിടത്തി. കണ്ണുകൾ കറുത്ത തുണികൾ കൊണ്ട് മറച്ചിരുന്നു. അവിടെ എന്തൊക്കെയോ തയ്യാറെടുപ്പുകൾ നടക്കുന്നതായി ലൂയിസ് തൻ്റെ പിഞ്ചു ഹൃദയം കൊണ്ട് മനസ്സിലാക്കി. തൻ്റെ കുഞ്ഞനുജത്തിയെ എന്തു ചെയ്യാനുള്ള പുറപ്പാടിലാണെന്ന് ലൂയിസിൻ്റെ കുരുന്നു മനസ്സിന് തിരിച്ചറിയാൻ സാധിച്ചില്ല. എങ്കിലും എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. ആ സാങ്കേതത്തിൽ നിന്നും പുകഞ്ഞു വരുന്ന കർപ്പൂരത്തിൻ്റെയും കുന്തിരക്കത്തിൻ്റെയും അടിച്ചു കയറുന്ന മണം കുഞ്ഞു ലൂയിസിനെ ഭീതിപ്പെടുത്തി. എന്തൊക്കെയോ മന്ത്രങ്ങൾ ഉരുവിട്ട് ആ കളം ഡിക്രൂസ് ഭക്തമൂകരിതമാക്കി. ഒപ്പം നരഭോജികളായ കാട്ടുവാസികളും അത് ഏറ്റുചൊല്ലി. പെട്ടെന്നാണ് മന്ത്രക്കളത്തിൻ്റെ മധ്യത്തിൽ ചുവന്ന പട്ടിൽ പൂജിച്ച പൊതിഞ്ഞ കരവാൾ ഡിക്രൂസ് കയ്യിലെടുത്തത്. ഉടവാളിൻ്റെ തിളക്കം വെട്ടത്തിൻ്റെ പ്രതിധ്വനിയിൽ കുഞ്ഞു ലൂയിസിൻ്റെ കണ്ണുകളിൽ മിന്നിമറഞ്ഞത്. അവൻ്റെ നേർത്ത കണ്ണുകൾ ചിമ്മി. അവൻ മിഴികളടച്ചു. ഞൊടിയിടയിൽ ഡിക്രൂസിൻ്റെ കയ്യിലെ വാൾ ലൂസിഫറിൻ്റെ കഴുത്തിൽ ആഞ്ഞു വീണു. വേദനയാൽ ആ കുഞ്ഞു കാണ്ഡം ഒരു വിലാപമായി അലറി. ആ നിലവിളി കുഞ്ഞു ലൂയിസിൻ്റെ കർണപുടങ്ങൾ തുളച്ചു കയറി. ചിതറിത്തെറിച്ച രക്തം ആ മന്ത്രക്കളത്തെ ചോരയിൽ മുക്കി. ഒരു വിറയലോടെ അപ്രതീക്ഷിതമായി കണ്ട ആ കാഴ്ചയിൽ കുഞ്ഞു ലൂയിസ് നടുങ്ങി. അവൻ്റെ സ്വരം കീപ്പോട്ടിറങ്ങി. നാവുകൾ കുഴഞ്ഞു. ഒന്നനങ്ങിയാൽ തന്നെയും കൊല്ലുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ വേദനകൾ കടിച്ചമർത്തി അനങ്ങാതെ
അവിടെ തന്നെ നിന്നു. മന്ത്രക്കളത്തിന് മധ്യത്തിലുള്ള ഒരു സാത്താൻ പ്രതിമയിൽ കുഞ്ഞു ലൂസിഫറിന്റെ ചുടുരക്തം കൊണ്ട് ദുഷ്ടമൂർത്തിക്ക് അഭിഷേകം നടത്തി ഡിക്രൂസ്. എല്ലാം തനിക്ക് മാന്ത്രിക ശക്തി നേടുവാൻ സാത്താന്റെ പ്രീതിക്ക് വേണ്ടി നടത്തിയ ക്രൂരകൃത്യം. ക്രൂരനായ ഡിക്രൂസിന് അതിൽ തെല്ല് കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. ദുർമന്ത്രവാദങ്ങൾക്കും ദുഷ്ടകർമ്മങ്ങൾക്കും ശേഷം ആ ചേതനയറ്റ കുഞ്ഞു ശരീരം ചിതയിലേക്കെറിഞ്ഞു. ആളിപ്പടർന്ന അഗ്നികുണ്ഡത്തിൽ ആ കുഞ്ഞു ശരീരം ഇരിഞ്ഞൊടുങ്ങി. പിന്നെ ആ കുണ്ഡത്തിൽ നിന്നും കുറച്ചു ചിതാഭസ്മം എടുത്തു ഒരു കുടത്തിലാക്കി ഭദ്രമായി ഭാണ്ഡത്തിൽ വെച്ചു. ബാക്കിയുള്ള ചിതാഭസ്മം അടിമകളായ നരഭോജികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. അത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ദൊറോത്തിയിലെ തടാകത്തിൽ നിർമാർജനം ചെയ്യാൻ കൽപ്പിച്ചു. അടിമകളായ നരഭോജികൾ ഡിക്രൂസിന്റെ ആജ്ഞാപനം അനുസരിച്ചു. ഇനി സാത്താൻ ഈ തടാകത്തിൽ കുടികൊള്ളും. ഡിക്രൂസ് അത് പറഞ്ഞുകൊണ്ട് പിശാചിനെ പോലെ അട്ടഹസിച്ചു. ലൂയിസ് ബാല്യകാലത്തിലെ ഭീകരമായ ആ സംഭവം വിവരിക്കുമ്പോഴാണ് തടാകത്തിൽ നിന്നും വല്ലാത്തൊരു ഗർജിക്കുന്ന അട്ടഹാസം അവരുടെ കാതുകളിൽ തുളച്ചു കയറിയത്. ലൂയിസും മാർക്കും ആ ശബ്ദം കേട്ട് ഞെട്ടി. അതൊരു ഭീതിപ്പെടുത്തുന്ന അലർച്ചയായിരുന്നു. ആരെയും ഭയപ്പെടുത്താൻ പോകുന്ന അലർച്ച. അവർ തടാകത്തിലേക്ക് ഭീതിയോടെ നോക്കി. പെട്ടെന്നാണ് അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആ തടാകത്തിൽ നിന്ന് ഒരു വമ്പൻ ചിലന്തി അവർക്ക് നേരെ കാലുകൾ ചലിപ്പിച്ചുകൊണ്ട് അതിവേഗത്തിൽ പാഞ്ഞെടുത്തത്. ദുറോത്തിയിലേക്കുള്ള യാത്രയിൽ തങ്ങളുടെ വാഹനത്തിന്റെ മുൻവശത്തെ ഗ്ലാസിൽ വന്നു വീണ അതേ ചിലന്തിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ലൂയിസിനും മാർക്കിനും മനസ്സിലായി. അതിൻ്റെ കാലുകൾക്കിടയിലൂടെ മെഴുകുപോലെ രക്തം അപ്പോഴും തുളമ്പുന്നുണ്ടായിരുന്നു. എന്താണിത്? വേഗം ഓടിക്കോ! ഭയന്ന് വിറച്ചുകൊണ്ട് മാർക്ക് ലൂയിസിനെ നോക്കി വിളിച്ചു പറഞ്ഞു. ഭയവും അറപ്പും ഉളവാക്കുന്ന ആ ഭീകര ചിലന്തിയിൽ നിന്നും രക്ഷപ്പെടാൻ അവർ അവിടെ നിന്നും പിന്നിലേക്ക് തിരിഞ്ഞോടി. മരണവെപ്രാളത്തോടെയുള്ള ഓട്ടം. അവർക്ക് പിന്നാലെ വേഗത്തിൽ ഇഴഞ്ഞു നീങ്ങി വരികയാണ് ചിലന്തി. ലൂയിസും മാർക്കും ഒരുവിധം ഓടി ചിലന്തിയിൽ നിന്നും രക്ഷപ്പെട്ട് അവരുടെ ടെന്റിനരികിലെത്തി. അപ്പോഴേക്കും അവിടമാകെ സൂര്യന്റെ വെളിച്ചം മെല്ലെ മെല്ലെ അപ്രസക്തമാകുന്നതായി അവർക്ക് തോന്നി. ആകാശത്തെ സൂര്യവെളിച്ചം മറച്ചുകൊണ്ട് കാർമേഘം അവിടമാകെ ഇരുട്ട് പരത്തി. എന്തോ ഒരു അനർത്ഥത്വത്തിന്റെ സൂചന പോലെ ലൂയിസിനത് അനുഭവപ്പെട്ടു. അവന്റെ മുഖം ഭീതിതമാകുന്നത് മാർക്ക് ശ്രദ്ധിച്ചു. എന്താ ലൂയി, നിന്റെ മുഖത്ത് ഒരു വല്ലായ്മ? അല്പം ഭീതിയോടെയാണ് മാർക്ക് അവനോട് ചോദിച്ചത്. എന്തോ ഒരു ആപത്ത് വരുന്നത് പോലെ തോന്നുന്നു. അന്തരീക്ഷം ഒരു ഭീതിതമായി അനുഭവപ്പെടുന്നു. ഉള്ളിലെ ഭയം നിയന്ത്രിച്ചുകൊണ്ട് ലൂയിസ് അവനോട് പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടണം. അതിനു മുമ്പ് ലിസിയെ കണ്ടുപിടിക്കണം. അതിനുശേഷം എന്തോ മനസ്സിൽ ഉദ്ദേശിച്ച് ലൂയിസിന്റെ വാക്കുകൾ അവിടെ മുറിഞ്ഞു. പെട്ടെന്നവിടെ ഒരു അലർച്ചയോടെയുള്ള ഇടിമുഴക്കം ഉണ്ടായി. ഒരു മഴക്കുള്ള ഒരുക്കമാണെന്ന് അവർക്ക് തോന്നി. രാത്രിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അന്തരീക്ഷം ഇരുട്ടിനാൽ മൂടപ്പെട്ടു. ആകാശത്തിൽ മിന്നൽ ചിത്രങ്ങൾ തീർത്തു. മഴ ചാറാൻ തുടങ്ങി. കുറുക്കന്മാർ ഭ്രാന്തമായി ഊരിയിടാൻ തുടങ്ങി. അതൊരു വിലാപ ശബ്ദം പോലെ അവരുടെ കാതുകളിൽ വന്നടഞ്ഞു. മഴ ശക്തിപ്പെട്ടു വരുന്നതിനിടയിൽ താൽക്കാലികമായി അവർ ഒരുക്കിയ ടെന്റിനുള്ളിൽ കയറി. വൈകുന്നേരം 4 മണിക്ക് മുമ്പേ അന്തരീക്ഷം രാത്രിയെ ഓർമ്മിപ്പിച്ചു. പെട്ടെന്നാണ് ഒരു കൊലുസിന്റെ മണിനാദം
ലൂയിസിൻ്റെയും മാർക്കിൻ്റെയും കാതുകളിൽ കേട്ടത്. ആ കിലുക്കം അടുത്തടുത്തായി എത്തുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. ആ ശബ്ദം കേട്ട് അവർ പതുക്കെ ടെന്റിന്റെ കവർ ഗ്ലാസിലൂടെ പുറത്തേക്ക് ശബ്ദമുണ്ടാക്കാതെ നോക്കി. അവരുടെ കണ്ണുകളിൽ ആ കാഴ്ച വല്ലാത്ത നടുക്കമുണ്ടാക്കി. ദൂരെയകലെ പനങ്കാട്ടിൽ നിന്നും പനങ്കുല പോലെ നിലത്ത് വീണ കാർക്കൂന്തൽ പുലുസണിഞ്ഞ് മന്ദം മന്ദം മുന്നോട്ട് നടന്നു വരുന്ന ഒരു സുന്ദരി. കണ്ടാൽ അപ്സരസിനെ പോലെ. ലൂയിസും മാർക്കും ആശ്ചര്യത്തോടെ അവളെ നോക്കി. രക്തവർണ്ണ കണ്ണുകളുമായി അവൾ പനങ്കാട്ടിൽ നിന്നും മെല്ലെ മെല്ലെ നടന്നെടുക്കുകയാണ്. അവർക്കടുത്ത് 2 വാരം അകലെ എത്തിയപ്പോഴാണ് അവരിൽ ഞെട്ടലുണ്ടാക്കിയ ആ കാഴ്ച. അത് നമ്മുടെ ലിസിയല്ലേ? നടുക്കത്തോടെ ലൂയിസ് മാർക്കിനെ നോക്കി പറഞ്ഞു. ശരിയാണല്ലോ, അത് നമ്മുടെ ലിസി തന്നെ. എന്താ അവൾക്കൊരു വല്ലാത്ത മാറ്റം? മാർക്ക് സംശയത്തോടെ ലൂയിസിനോട് ചോദിച്ചു. കുറച്ചു സമയം മുമ്പ് പോലും തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ലിസിയുടെ ആ മാറ്റം അവരെ ഞെട്ടിച്ചു കളഞ്ഞു. തുറിച്ചു തുളുമ്പിയ രക്തവർണ്ണ കണ്ണുകളുമായി അവൾ അവർക്കടുത്തേക്ക് വരുമ്പോൾ മാർക്കിന്റെ മുട്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ ഭയപ്പാടോടെ ലൂയിസിന്റെ കരങ്ങളിൽ അമർന്നു. ലൂയിസ് അവന്റെ ചുവലിൽ തട്ടി ആശ്വസിപ്പിച്ചു. പേടിക്കേണ്ട, ഞാനുണ്ട്. അപ്പോഴേക്കും ലിസി ക്രോധഭാവത്തോടെ അവരുടെ ടെന്റിനരികിലെത്തി. ലൂയിസും മാർക്കും ഒന്നും ഉരിയാടാതെ നിശബ്ദമായി ഗ്ലാസ് കവറിന് പുറത്ത് ശൗര്യഭാവത്തോടെ നിൽക്കുന്ന ലിസിയെ അവർ മിണ്ടാതെ നോക്കി നിന്നു. പെട്ടെന്നാണ് ഗ്ലാസ് കവറിലൂടെ അവരെ കണ്ട ലിസി അവരെ അവളുടെ രക്തവർണ്ണ കണ്ണുകളാൽ തുറച്ചു നോക്കിയത്. ഒപ്പം കടിച്ചു കീറാൻ പാകത്തിലുള്ള 2 കൊമ്പല്ലുകൾ അവളുടെ വാ തുറന്ന് പുറത്തേക്ക് വന്നു. എല്ലാം വിറയലോടെ കണ്ട മാർക്കിന്റെ ഉള്ളിൽ ഭയം പടർന്നു കയറി. ഇത് നമ്മുടെ ലിസി തന്നെയാണോ എന്നവൻ ഒരു നിമിഷം ചിന്തിച്ചുപോയി. ഇതിനിടയിലും ലൂയിസ് മനോധൈര്യം കൈവെടിയാതെ ഉറച്ചു നിന്നു. പെട്ടെന്നാണ് ലിസി ഒരു അട്ടഹാസത്തോടെ ടെന്റിനുള്ളിലേക്ക് പാഞ്ഞെടുത്തത്. പക്ഷേ അതിനിടയിൽ ലൂയിസ് പോക്കറ്റിൽ നിന്നും ഒരു നക്ഷത്രം അടയാളപ്പെടുത്തിയ ചെമ്പിൻ തളിക പുറത്തെടുത്തു. അവൾക്ക് നേരെ കവചം വെച്ചു. അപ്പോൾ ഒരു മായാജാലം പോലെ ലിസി പിന്നിലോട്ട് തെറിച്ചു വീണു. ആ നക്ഷത്ര തളികയ്ക്ക് മുമ്പിൽ അവളുടെ ശക്തി ചോർന്നു. നിലത്തു തെറിച്ചു വീണ ലിസി പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കാതെ അവിടെ നിന്നും ഓടാൻ തുടങ്ങി. നക്ഷത്ര തളികയെ അവൾ ഭയപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ലൂയിസ് മാർക്കിനെയും വിളിച്ച് അവർക്കു പിന്നാലെ അവളെ ലക്ഷ്യമാക്കി മുന്നോട്ട് കുതിച്ചു. ലിസി അവൾ ഒരു ചീറ്റയെപ്പോലെ പനങ്കാടിനുള്ളിലൂടെ ഓടി. അവൾക്ക് പിന്നാലെ അവൾ അറിയാതെ ലൂയിസും മാർക്കും അവളെ പിന്തുടർന്നു. അവസാനം ചെന്നെത്തിയതും ഒരു പഴയ കോട്ടയ്ക്ക് മുന്നിൽ. അവൾ ആ കോട്ടയ്ക്കകത്ത് പ്രവേശിച്ചു. ലൂയിസും മാർക്കും കോട്ടയുടെ മുന്നിലെത്തുമ്പോഴേക്കും കിതച്ചുപോയിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള ഒരു ജീർണിച്ച കരിങ്കൽ കോട്ട. അപ്പോഴാണ് ലൂയിസിന് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കുഞ്ഞു സഹോദരി ലൂസിഫറിനെ കണ്ണ് കെട്ടിക്കൊണ്ടുവന്ന സാങ്കേതം ഓർമ്മ വന്നത്. അതെ, അതേ സ്ഥലം. പക്ഷേ അന്ന് ഒരു ഇരുണ്ട രാത്രിയായതിനാൽ അതൊരു കുറ്റൻ കോട്ടയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. ഈ സ്ഥലത്ത് വെച്ചാണ് എൻ്റെ ലൂസിഫറിനെ ആ ദുർമന്ത്രവാദി നരബലി നടത്തിയത്. ലൂയിസിന്റെ നേർത്ത സ്വരം ഒരു വിതുമ്പലോടെ പുറത്തേക്ക് വന്നു. മാർക്കിനത് കേട്ടപ്പോൾ തന്നെ വല്ലാത്ത ഭയം പടർന്നു. നമുക്ക് ഇവിടെ നിന്നും എത്രയും വേഗം രക്ഷപ്പെട്ടൂടെ? അല്ലെങ്കിൽ നമ്മുടെ ജീവന് ആപത്താകും. അവൻ വിറയലോടെയാണത് പറഞ്ഞത്. പക്ഷേ ലൂയിസിന്
അവൻ്റെ വാക്കുകളെ അനുസരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ്. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും നിന്നെ കുരുതി കൊടുക്കില്ല. ലൂയിസ് മാർക്കിൻ്റെ ചുമലിൽ തട്ടി അവനോട് പറഞ്ഞു. എന്തോ അത് കേട്ടപ്പോൾ മാർക്കിന് ലൂയിസിനോട് വല്ലാത്ത ബഹുമാനം തോന്നി. ഇനി തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ആത്മസുഹൃത്തിനൊപ്പം നിൽക്കുക അവനും തീരുമാനിച്ചു. ഞാൻ കൂടെയുണ്ടാവും, എന്തിനും. അവൻ ലൂയിസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ ലൂസിമോളുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണം. ഒപ്പം അവളുടെ ക്രോധാത്മാവിൻ്റെ ശക്തി നിർവീര്യമാക്കണം. അതിന് ആ കോട്ടയിൽ പ്രവേശിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ കോട്ടയിൽ ഒരു കുടത്തിൽ മന്ത്രക്കളത്തിൽ പ്രതിഷ്ഠിച്ച ലൂസിമോളുടെ ചിതാഭസ്മം ആ തടാകത്തിൽ നിർമാർജനം ചെയ്താൽ മാത്രമേ അവളുടെ ആത്മാവിനെ പൈശാചികതയിൽ നിന്നും മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടെ ആ ദുർമന്ത്രവാദിയുടെ ശക്തി നിർവീര്യമാകും. അതോടെ നമ്മുടെ ലിസിയുടെ ശരീരത്തിൽ നിന്നും ലൂസിഫറിൻ്റെ ക്രോധാത്മാവിനെ വേർപെടുത്താനും സാധിക്കും. ഡെയ്സിയും ലിസിയും ആ തടാകത്തിൽ പോകാൻ പാടില്ലായിരുന്നു. ഒരുപാട് ബലിരക്തങ്ങൾ കൊണ്ട് പങ്കിലമായ തടാകമാണത്. ഞാൻ ലിസിക്ക് താക്കീത് നൽകിയതാണ്. അനുസരിച്ചിരുന്നെങ്കിൽ ഡെയ്സിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു. ആ തടാകത്തിലാണ് ലൂസിഫറിൻ്റെ ക്രോധാത്മാവ് കുടികൊള്ളുന്നത്. ഇനി ഒരാൾക്കും ലൂസിമോളുടെ ഗതി വരരുത്. കണ്ണിൽ ഈറനണിഞ്ഞുകൊണ്ട് ലൂയിസ് പറഞ്ഞു. കരിങ്കൽ ഭിത്തികളാൽ ചുറ്റപ്പെട്ട കോട്ട. ഭിത്തികൾ കറുത്ത ചായം തേച്ചു ഇരുട്ടണഞ്ഞിരിക്കുന്നു. കോട്ടയുടെ മുൻവശത്ത് ഒരു ഗുഹാകവാടം. മുന്നിൽ 2 പന്തം കൊളുത്തി വെച്ചിരിക്കുന്നു. അവിടം ശൂന്യമാണ്. പുറത്ത് ഒരാളനക്കവും കേൾക്കുന്നില്ല. ആ പഴയ കോട്ടയ്ക്ക് ഒരു മാറ്റവുമില്ല. ഇനി അതിനകത്ത് പ്രവേശിക്കണം, ലൂയിസ് തീരുമാനിച്ചു. ലൂയിസും മാർക്കും മെല്ലെ ശബ്ദമുണ്ടാക്കാതെ കോട്ടയുടെ കവാടത്തിനരികിൽ വന്നു. ആ കവാടം അപ്പോൾ അടഞ്ഞുകിടക്കുകയായിരുന്നു. വലിയ ഭാരമുള്ള മരത്തടി കൊണ്ടുള്ള വാതിലാണ് കവാടത്തിൽ. മതിൽ പോലെ തടസ്സം. അത് തുറക്കാൻ അവർ രണ്ടുപേരും ആഞ്ഞു ശ്രമിച്ചു. പക്ഷേ അതിന് ഒരു ചലനമുണ്ടാക്കാൻ പോലും രണ്ടുപേർക്കും സാധിച്ചില്ല. അത്രയും ശക്തിയിൽ നിർമ്മിച്ച കവാടം. ഇനി എന്താ ചെയ്യാ? അവർ രണ്ടുപേരും നിരാശരായി. ഒരുപാട് സമയം ആ കവാടത്തിന് മുൻവശം നിൽക്കുന്നത് അപകടമാണ്. ആ നരഭോജികളെങ്ങാൻ കണ്ടാൽ നമ്മുടെ ജീവൻ അപകടത്തിലാവും. ലൂയിസ് മുന്നറിയിപ്പ് നൽകി. തൽക്കാലം ഇവിടെ എവിടെയും മറഞ്ഞിരിക്കുക. അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, ലൂയിസ് മാർക്കിനോട് പറഞ്ഞു. അവനും അത് ശരിവെച്ചു. അങ്ങനെ രണ്ടുപേരും ആ സ്ഥലത്തെ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു. സമയം ഏറെ വൈകിയിട്ടും അവിടെ ആരെയും കാണാൻ അവർക്ക് സാധിച്ചില്ല. എങ്കിലും അവർ പ്രതീക്ഷ കൈവെടിഞ്ഞില്ല. സമയം സന്ധ്യയോടടുത്തു. അപ്പോഴാണ് അവിടേക്ക്, ആ കോട്ടയുടെ ഗുഹാ കവാടത്തിനടുത്തേക്ക്, കുള്ളന്മാരായ മനുഷ്യക്കോലമുള്ള വിചിത്ര വിഭാഗം, ഒരു കയ്യിൽ ചൂട്ടും മറുകൈയിൽ കുന്തമുനയും ചിലരുടെ കയ്യിൽ അമ്പും വില്ലുമായി വരുന്നത്. കണ്ടാൽ ഭയവും അറപ്പും ഉളവാക്കുന്നതാണ് അവരുടെ കോലം. സാക്ഷാൽ ദുഷ്കർമ്മികളായ നരഭോജികൾ. അത് കണ്ട് മാർക്കിൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയർന്നു. ലൂയിസ് അവൻ്റെ വാ പൊത്തിപ്പിടിച്ചു. പുറത്തുവിടുന്ന ശ്വാസത്തെപ്പോലും ലൂയിസ് ഭയന്നു. ആ നരഭോജികളെങ്ങാൻ കണ്ടാൽ എല്ലാം ആ നിമിഷം ഒടുങ്ങും. കുള്ളന്മാരായ നരഭോജികൾ. അവർ കോട്ടയുടെ ഗുഹാ കവാടത്തിലെത്തിയപ്പോൾ ആ കവാടം അവർക്ക് മുമ്പാകെ തുറക്കപ്പെട്ടു. പതുങ്ങിയിരുന്ന് അതെല്ലാം ലൂയിസും മാർക്കും ശ്രദ്ധിച്ചു. കുള്ളന്മാരുടെ കൂട്ടത്തിൽ നിന്നും 2 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അകത്തേക്ക് പ്രവേശിച്ചു.
കവാടത്തിൽ 2 പേർ മാത്രം കാവൽക്കാരായി പുറത്ത് നിലയുറപ്പിച്ചു. ഇതാണ് പറ്റിയ അവസരമെന്ന് ലൂയിസ് തീരുമാനിച്ചു. ആ 2 കുള്ളന്മാരെ കീഴ്പ്പെടുത്തിയാൽ കോട്ടക്കകത്ത് പ്രവേശിക്കാം. ലൂസിഫറിന്റെ ചിതാഭസ്മം കൈക്കലാക്കാം. അവൻ കരുതി. കൂടുതലൊന്നും ചിന്തിക്കാനില്ല. ശക്തി കൊണ്ട് കീഴ്പ്പെടുത്തുക തന്നെ. അവരുടെ കയ്യിൽ കുന്തവും അമ്പുവുമുണ്ട്. പക്ഷേ അതിനെ നേരിട്ടേ പറ്റൂ. ലൂയിസ് തീരുമാനിച്ചു. അവൻ മാർക്കിനോട് അവിടെ തന്നെ പതുങ്ങിയിരിക്കാൻ പറഞ്ഞു. അവന് അല്പം ഭയം കൂടുതലാണെന്ന് ലൂയിസിനറിയാം. മാർക്ക് അതനുസരിച്ചു. പിന്നെ ഒരു നിമിഷം വൈകിയില്ല. ലൂയിസ് ഞൊടിയിടയിൽ ശരവേഗത്തിൽ അവർക്ക് നേരെ ചീറിയെടുത്തു. പെട്ടെന്നുള്ള കടന്നാക്രമണത്തിൽ ആ 2 കുള്ളന്മാരും പകച്ചുപോയി. എങ്കിലും അവർ കുന്തമുന ലൂയിസിനു നേരെ തിരിച്ചു. പക്ഷേ അതിനു മുമ്പ് ലൂയിസിന്റെ നീളൻ കാലുകൾ അവർക്കു നേരെ ശരവേഗത്തിൽ ഉയർന്നു വന്നു. ആ തൊഴിയുടെ പ്രഹരത്തിൽ കുള്ളന്മാർ തെറിച്ചു വീണു. ആ നിമിഷം കുള്ളന്മാരുടെ കയ്യിൽ നിന്നും തെന്നിത്തെറിച്ചു വീണ കുന്തമുന ലൂയിസും മാർക്കും കൈക്കലാക്കി. ഒപ്പം അവരുടെ കയ്യിൽ നിന്നും തെന്നി വീണ അമ്പും വില്ലും അതും ലൂയിസ് വരുതിയിലാക്കി. പിന്നെ ഒരു നിമിഷം പാഴാക്കിയില്ല. ലൂയിസും മാർക്കും കുള്ളന്മാർക്ക് നേരെ കുന്തമുന തിരിച്ചു. കുള്ളന്മാർ പേടിച്ചു. അവർ ഭയന്നുകൊണ്ട് നിശ്ചലനായി. അപ്പോഴേക്കും അവർക്ക് നേരെ കുന്തമുന തൊടുത്തു ലൂയിസും മാർക്കും. അടുത്ത നിമിഷം ആ 2 കുള്ളന്മാരും വെട്ടിയിട്ട പന പോലെ അവിടെ ചത്തുവീണു. ലൂയിസിന് ആശ്വാസമായി. കയ്യിൽ ഇനി ആയുധവുമുണ്ട്. കോട്ടക്കകത്ത് പ്രവേശിക്കുമ്പോൾ ഒരു തുറുപ്പുചീട്ട്. അത് കിട്ടിയ സന്തോഷം. അവർ 2 പേരും തറയിൽ ചത്തുവീണ കുള്ളന്മാരെ പരിശോധിച്ചു. അവരുടെ കഴുത്തിൽ പുലിനകം കൊണ്ടുള്ള മാലയും മറ്റു മന്ത്ര കൊന്തകളും ധാരാളമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. രക്തം കുടിച്ച് കറവീണ അവരുടെ പല്ലുകൾ സാധാരണ പല്ലുകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് മനസ്സിലായി. 2 ഭാഗത്തുള്ള അണപ്പല്ലുകൾക്കിടയിൽ പുറത്തേക്ക് തുറിച്ച കൊമ്പല്ലുകൾ അവരെ യക്ഷികളെപ്പോലെ സമാനരാക്കി. കാട്ടുവള്ളികൾ കോർത്തുണ്ടാക്കിയ വസ്ത്രമറ, അതാണ് അവറ്റകളുടെ വേഷം. വല്ലാത്ത വിരൂപ കോലമാണ്. അവർ ചത്തെന്നുറപ്പുവരുത്തിയ ശേഷം ലൂയിസും മാർക്കും അടുത്ത നീക്കത്തിലേക്ക് കടന്നു. ഇനി ലക്ഷ്യം ലിസിയെ മോചിപ്പിക്കുക. ഒപ്പം ലൂസിഫറിന്റെ ഗതി കിട്ടാത്ത ആത്മാവിനെ സ്വതന്ത്രമാക്കുക. ലൂയിസ് കോട്ടകവാടം ഭേദിച്ചു. ഒരു ഗുഹാകവാടത്തിലൂടെയുള്ള പ്രതീതി. അതൊരു ഇടനാഴിയാണ്. കോട്ടക്കുള്ളിലേക്കുള്ള ഇടനാഴി. അകത്ത് കുറ്റാക്കൂരിരുട്ടാണ്. തപ്പിത്തടഞ്ഞുകൊണ്ട് 2 പേരും മുന്നോട്ട് കുതിച്ചു. നീണ്ട ഇടനാഴി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഭിത്തിയിൽ തിരിവിളക്കുകൾ കത്തുന്നുണ്ട്. ഭിത്തികളിൽ മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ചില ഭാഗങ്ങളിൽ തലയോട്ടികളും. ഇടനാഴിയിലെ കാഴ്ചകൾ മാർക്കിനെ ഭീതിപ്പെടുത്തി. എന്നാൽ ലൂയിസ് അതൊന്നും വകവെക്കാതെ പതുക്കെ ചുവടുകൾ മുന്നോട്ട് വെച്ചു. ആ ഇടനാഴിയിൽ രക്തത്തിൻ്റെ ഗന്ധം അവർക്ക് അനുഭവപ്പെട്ടു. സാമ്രാണിയുടെയും കുന്തിരിക്കത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഗന്ധം ഉള്ളിൽ ഭയം നിറച്ചു. അപ്പോഴും മാർക്കിന് ഭയം പരകോടിയിലെത്തിയിരുന്നു. അവൻ ലൂയിസിന്റെ ചുമലിൽ കയ്യമർത്തി. എനിക്ക് പേടിയാകുന്നു. അങ്ങോട്ട് പോണോ? അവൻ ഭയന്നുകൊണ്ട് ചോദിച്ചു. ഡാ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഒന്നും സംഭവിക്കില്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ലിസിയെ നമുക്ക് വീണ്ടെടുക്കണ്ടേ? ഒപ്പം ലൂസിഫറിന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കണ്ടേ? ലൂയിസ് അവനെ അത് പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിച്ചു. ലൂയിസിന്റെ ആത്മധൈര്യം മാർക്കിന് പ്രചോദനമായി. അവനും ലൂയിസിനെ അനുഗമിച്ചു. അവർ 2 പേരും ഒരുമിച്ചു ആ ദുർഘടമായ ഇടനാഴിയിലൂടെ മുന്നോട്ട് നീങ്ങി. അല്പദൂരമെത്തിയപ്പോൾ അവിടെയും കാവൽക്കാരെ പോലെ നരഭോജികളായ ദുഷ്ടകർമ്മികൾ നിലയുറപ്പിച്ചിരിക്കുന്നു. അവർ അത് കണ്ട് മെല്ലെ ആ ഇടനാഴിയുടെ
കരിങ്കൽ ഭിത്തികൾക്ക് ചെരുവിലായി പതിഞ്ഞു. ലൂയിസ് ആ നിമിഷം അവൻ്റെ കയ്യിലുള്ള അമ്പും വില്ലും ഉപയോഗിച്ചു. ശരങ്ങളെയ്തു. നരഭോജികളുടെ ശരീരത്തിൽ അസ്ത്രം ഒന്നൊന്നായി ചീറിവന്ന് പതിച്ചു. ഒന്നിനു പിറകെ ഒന്നായി അവർ അവിടെ ചത്തുമലർന്നു. നരഭോജികളിൽ ചിലർ വെപ്രാളത്തോടെ അവിടെ നിന്നും പ്രാണരക്ഷാർത്ഥം ഉള്ളിലേക്കൂടി. അപ്പോൾ മാന്ത്രിക കളത്തിൽ മന്ത്രവാദത്തിൽ മുഴുകിയിരിക്കുന്ന ദുഷ്ടമന്ത്രവാദി ഡിക്രൂസിൻ്റെ കാതിൽ അപരിചിത പെരുമാറ്റം കേൾക്കാൻ സാധിച്ചു. ദുർമന്ത്രകർമ്മത്തിൽ നിശബ്ദമായിരിക്കുന്ന അയാൾക്ക് പെട്ടെന്നനങ്ങാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ ഡിക്രൂസിൻ്റെ കാവൽ പട്ടാളം കുന്തമുനയുയർത്തി. അപകടം മണത്ത അവർ ഡിക്രൂസിന് സംരക്ഷണ കവചമൊരുക്കി. അതേസമയം ലൂയിസും മാർക്കും നരഭോജികളുമായി പോരാട്ടത്തിലേർപ്പെട്ടു. ലൂയിസ് അമ്പെയ്ത്തും മാർക്ക് കുന്തമെറിഞ്ഞു നരഭോജികളെ ഒന്നൊന്നായി അവസാനിപ്പിച്ചുകൊണ്ടിരുന്നു. കരിങ്കൽ കോട്ടക്കുള്ളിൽ ഉഗ്ര പോരാട്ടം. ഒടുവിൽ ഭീകരന്മാരായ നരഭോജികളെല്ലാം പോരാട്ടത്തിൽ ചത്തുവീണു. ലൂയിസും മാർക്കും അപ്പോഴേക്കും മന്ത്രക്കളത്തിനടുത്തെത്തിയിരുന്നു. അവശേഷിച്ച നരഭോജികൾ ഡിക്രൂസിന് കവചം തീർത്തുകൊണ്ട് കയ്യിൽ കുന്തവും അമ്പുമായി മന്ത്രക്കളത്തിനു ചുറ്റും നിലയുറപ്പിച്ചു. ആ മന്ത്രമണ്ഡപത്തിലാണ് ലൂസിഫറിൻ്റെ ചിതാഭസ്മം ഒരു ചെമ്പിൻ കുടത്തിൽ ഭദ്രമായി അടച്ചു വച്ചിരിക്കുന്നത്. ലൂയിസും മാർക്കും അത് ശരിക്കും കണ്ടു. ഡിക്രൂസിൻ്റെ കണ്ണുകളിലെ കൃഷ്ണമണി ലൂയിസിനെയും മാർക്കിനെയും വകഞ്ഞു നോക്കി. പക്ഷേ അയാൾക്ക് കാണാൻ സാധിച്ചില്ല. അവർ കരിങ്കൽ ഭിത്തികൾക്കിടയിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പാണ്. ഞൊടിയിടയിൽ പെട്ടെന്നാണ് ലൂയിസ് ഭിത്തികൾ ഭേദിച്ചുകൊണ്ട് ഇരിച്ചു കയറിയത്. തുരതുര അമ്പെയ്ത് നടത്തിക്കൊണ്ട് മന്ത്രക്കളത്തിലേക്ക് ആക്രമണം നടത്തിയത്. ഡിക്രൂസിൻ്റെ കവചിതർ ഒന്നൊന്നായി നിലംപൊത്തി. ഒപ്പം മാർക്കിൻ്റെ കുന്തപ്രയോഗവും 2 പ്രഹരവും ശത്രുനിരയെ നിലംപരിശാക്കി. ആ സമയം ഡിക്രൂസ് ഭയന്നു. തൻ്റെ സിംഹാസനം കീഴടക്കുമെന്ന് അയാൾക്ക് തോന്നി. ഇനി രക്ഷയില്ലെന്ന് അയാൾക്ക് ബോധ്യമായി. അപ്പോഴാണ് അയാൾ അറ്റകൈ പ്രയോഗിക്കാൻ ഒരുങ്ങിയത്. താൻ കൈവരിക്കാൻ പോകുന്ന നേട്ടം അപ്രസക്തമാകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ദുഷ്ടമൂർത്തിയെ പൂർണ്ണ സ്വതന്ത്രമാക്കാൻ ഡിക്രൂസ് തീരുമാനിച്ചു. ഡിക്രൂസ് ലൂസിഫറിൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ച ചെമ്പിൻകുടം കയ്യിലെടുത്തു. പക്ഷേ അത് തിരിച്ചറിഞ്ഞ ലൂയിസ് ഒരു മുഴം മുമ്പേ ഡിക്രൂസിന് നേർക്ക് വായുവിൽ ഉയർന്ന് ആ ചെമ്പിൻകുടം തട്ടിത്തെറിപ്പിച്ചു. അയാളുടെ കയ്യിൽ നിന്നും അത് തറയിലേക്ക് തെറിച്ചു വീണു. അത് കണ്ട് ഡിക്രൂസിന് കോപം ഇരിച്ചു കയറി. അയാൾ നിമിഷ നേരം കൊണ്ട് ലൂയിസിനു നേരെ കുന്തമെറിഞ്ഞു. ലൂയിസ് ഒഴിഞ്ഞു മാറിയത് കാരണം കുന്തം ഭിത്തിയിൽ പോയി കൊണ്ടുവീണു. അപ്പോഴേക്കും ഡിക്രൂസും ലൂയിസും മുഖാമുഖം മുന്നിലെത്തി. പിന്നെ മൽപിടുത്തമാണ്. കുള്ളനായ ഡിക്രൂസും ലൂയിസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം. അതിനിടയിൽ ഒറ്റപ്പെട്ടു നീങ്ങിയ നരഭോജികളെയും മാർക്ക് നേരിട്ടുകൊണ്ട് തീർത്തു. ഡിക്രൂസും ലൂയിസും കോട്ടക്കകത്ത് ആ നിമിഷം ഭീകരമായ പോരാട്ടം നടത്തി. ഒടുവിൽ അവസാന കുന്തമുന ഡിക്രൂസിൻ്റെ നെഞ്ചിൻ കൂട് തകർത്തുകൊണ്ട് തുളച്ചു കയറി. അതിനിടയിൽ ലൂയിസ് തറയിൽ വീണ ലൂസിഫറിൻ്റെ ചിതാഭസ്മം സൂക്ഷിച്ച ചെമ്പിൻകുടം പരതി. ഇരുട്ടുപടർന്ന അന്തരീക്ഷത്തിൽ നിന്നും ലൂയിസിന് അതെടുക്കാൻ സാധിച്ചു. അപ്പോഴാണ് ലൂയിസിൻ്റെ മുഖം ശരിക്കും തെളിഞ്ഞത്. ആഹ്ലാദത്തിൻ്റെ തെളിച്ചം. പിന്നെ അവർ ഒരു നിമിഷം വൈകിപ്പിച്ചില്ല. അതുമായി നേരെ രക്തതടാകം ലക്ഷ്യമാക്കി 2 പേരും ഓടി. നിമിഷ നേരം കൊണ്ടവർ രക്തതടാകത്തിനടുത്തെത്തി. ചുവന്നു തുടുത്ത രക്തപങ്കിലമായി കിടക്കുന്ന അതിലെ വെള്ളം. ഭീതിയോടെ അതിലേക്ക് നോക്കി നിൽപ്പാണ് ലൂയിസും മാർക്കും. അല്പനേരം നിശബ്ദമായി നിന്നു 2 പേരും. അടുത്ത നിമിഷം ലൂയിസ് കയ്യിലുള്ള ചെമ്പിൻകുടം ശക്തി ഉപയോഗിച്ച് തുറന്നു. അതിനകത്തെ തൻ്റെ കുഞ്ഞനുജത്തിയുടെ ചിതാഭസ്മം കണ്ടപ്പോൾ ലൂയിസിൻ്റെ മിഴികൾ നിറഞ്ഞു. അത് കണ്ട് ഒപ്പമുള്ള മാർക്ക് ലൂയിസിനെ പുറന്തട്ടി ആശ്വസിപ്പിച്ചു. പെട്ടെന്നാണ് മാർക്കിൻ്റെ കണ്ണുകളിൽ അത് പതിഞ്ഞത്. രക്തതടാകത്തിനടുത്തുള്ള തങ്ങൾക്കു നേരെ ഇഴഞ്ഞു വരുന്ന ഡിക്രൂസ്. മാർക്കിൻ്റെ കണ്ണുകൾ തുറച്ചു. ഡിക്രൂസ്
ഒരു രാക്ഷസനെ പോലെ വീണ്ടും ദുഷ്ടനായി വരികയാണ്. വേഗം വേഗം ചിതാഭസ്മം തടാകത്തിൽ നിർമ്മാർജ്ജനം ചെയ്യും. മാർക്ക് അത് പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള കുന്തം വീണ്ടും ഡിക്രൂസിനു നേരെ എയ്തു. ആ കുന്തമുന ഡിക്രൂസിന്റെ നെറ്റിയിൽ തുളച്ചു കയറി. തല രണ്ടായി പിളർത്തി. അതിനിടയിൽ ചിതാഭസ്മം ആ തടാകത്തിൽ വിതറി വീണു. തടാകത്തിലെ ചുവന്ന വെള്ളം പതിയെ പതിയെ തെളിഞ്ഞു വന്നു. ഒടുവിൽ അതൊരു നീലത്തടാകമായി. അത് ആശ്ചര്യപൂർവ്വം അവർ നോക്കി നിന്നു. അപ്പോഴാണ് അവർ ആ തടാകത്തിന്റെ കടവിൽ ബോധമറ്റ് കിടക്കുന്ന ലിസിയെ കണ്ടത്. ലൂയിസും മാർക്കും വേഗം അവർക്കടുത്തേക്ക് ഓടിച്ചെന്നു. അവർ ലിസിയുടെ മുഖത്ത് അല്പം വെള്ളം തെളിച്ചു. അപ്പോൾ അവൾ മിഴികൾ പതിയെ തുറന്നു. അവൾക്ക് സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൾ സാധാരണ നില കൈവരിച്ചിരുന്നു. എല്ലാം ശുഭം. ഡെയ്സിയുടെ അഭാവം ഉണ്ടാക്കിയ മുറിവുമായി കഴിഞ്ഞതെല്ലാം ഒരു കിനാവ് പോലെ ഓർത്തുകൊണ്ട് അവർ ലൂയിസ്, മാർക്ക്, ലിസി വീണ്ടും ലാക്സിക്കോയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. അവരുടെ വാഹനം അതിർത്തി കടക്കുമ്പോൾ ലൂയിസ് സൈഡ് മിററിലൂടെ കണ്ടു ആ ബോട്ട്. വെൽക്കം ടു തോറോത്തി.